എക്സാമിനെ ആർക്കെങ്കിലും പേടിയുണ്ടോ? വരാൻ പോകുന്ന DME എക്സാമിനെ ആർക്കെങ്കിലും പേടിയുണ്ടോ? വരാൻ പോകുന്ന DME എക്സാമിനെ ആർക്കെങ്കിലും പേടിയുണ്ടോ? ഉണ്ടോ? 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 പേടിയുണ്ടോ? പേടിയുണ്ടോ? ഉണ്ടോ? വരാൻ പോകുന്ന DME എക്സാമിനെ ആർക്കെങ്കിലും പേടിയുണ്ടോ? ഇതിൽ പലർക്കും പേടിയില്ലാത്ത കാരണം എന്നറിയാമോ? പലർക്കും പേടിയില്ലാത്ത കാരണം എന്നറിയാമോ? ഇവിടെ ഞാൻ ഇരുന്ന് പഠിപ്പിക്കുന്ന രീതി കണ്ടല്ലോ. ഞാൻ ഇരുന്ന് ഇവിടെ പഠിപ്പിക്കുന്ന രീതി കണ്ടല്ലോ. ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് കാണുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും, ശരിയല്ലേ? ഞാൻ എങ്ങനെയാണ് മാക്സിമം എല്ലാ ക്ലാസ്സും ലൈവ് ആയിട്ട് തന്നെ എടുക്കുന്നില്ലേ, ശരിയല്ലേ? മാക്സിമം എല്ലാ ക്ലാസ്സും പഴയ DHS റെക്കോർഡ് തരാതെ തന്നെ, പഴയ DHS എനിക്ക് പറയാമല്ലോ, ഫൗണ്ടേഷൻ റെക്കോർഡ് ഇതാണ്. വേറെ ഏത് അക്കാഡമി പോയാലും ഇതാണ് നഴ്സിംഗ് ഫൗണ്ടേഷന്റെ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ് റെക്കോർഡിംഗ് ക്ലാസ് മാത്രം തരാറില്ലേ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ ക്ലാസ് കണ്ടായിരിക്കും. 3 മണിക്കൂറോളം നഴ്സിംഗ് ഫൗണ്ടേഷന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടായിരിക്കും. കണ്ടോ? 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു അത്. 3 മണിക്കൂർ. പക്ഷെ കണ്ടില്ല, നിങ്ങൾ കണ്ടില്ലേ? സത്യമല്ലേ? നിങ്ങൾ കണ്ടില്ല, സത്യമല്ലേ? അറ്റൻഡ് ചെയ്തില്ല, സത്യമല്ലേ? കള്ളം പറയരുത്. അറ്റൻഡ് ചെയ്തില്ല എന്നത് സത്യമല്ലേ? കാണാൻ പറ്റും. എനിക്ക് എത്ര പേർ കണ്ടു കാണാൻ പറ്റും, സത്യമല്ലേ? എത്ര പേർ കണ്ടില്ല എനിക്ക് കാണാൻ പറ്റും. സത്യമല്ലേ? പറയടേ, ആരെ അറ്റൻഡ് ചെയ്തെന്ന്? ഫൗണ്ടേഷന്റെ ക്ലാസ് കണ്ടില്ല ആരൊക്കെ ഉണ്ടോ? ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇതിനകത്തേ ആളുള്ളൂ. കാരണം എന്താ, ഫെസ്റ്റിവൽ വന്ന സമയത്ത് സമയം കിട്ടാതെ പോയില്ലേ? സാഹചര്യം, സമയം, ആ ചുറ്റുപാടുകൾ കാരണം പഠിക്കാൻ പറ്റി, ശരിയല്ലേ? സാഹചര്യം, സമയം, നിങ്ങളുടെ ചുറ്റുപാടുകൾ കാരണം പഠിക്കാൻ പറ്റിയില്ല, അല്ലേ? മനസ്സിലാക്കിയോ? അത്രയും എത്തിയപ്പോൾ കാര്യം മനസ്സിലാക്കിയോ? നിങ്ങളെ കൺട്രോൾ ചെയ്തത് നിങ്ങളാണോ? നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളാണോ? നിങ്ങളുടെ ചുറ്റുപാടല്ലേ? നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളാണോ, നിങ്ങളുടെ ചുറ്റുപാടാണോ? സത്യം പറയും. നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളാണോ, നിങ്ങളുടെ ചുറ്റുപാടാണോ? സമയവും സാഹചര്യമാണോ, നിങ്ങളാണോ? ഒറ്റ ഉത്തരം, യെസ് യെസ് നോ. നിങ്ങളെ കൺട്രോൾ ചെയ്തത് നിങ്ങളാണോ, നിങ്ങളുടെ ചുറ്റുപാടാണോ? സിമ്പിൾ ആൻസർ. ആ ചുറ്റുപാടല്ലേ? ഒരു സർക്കിളിനകത്ത് ഓടിക്കൊണ്ടിരിക്കുകയെന്ന്, ഒരു സർക്കിളിനകത്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു സർക്കിളിനകത്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? യെസ് ഓർ നോ? ഒരു സർക്കിളിനാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. സത്യം പറയില്ല. സത്യം പറയും, നോക്കട്ടെ. ചുമ്മാ പഠിപ്പില്ല കാര്യമില്ല. ഒരു സർക്കിളിനകത്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കണം, ജോലിക്ക് പോകണം, വരണം, ഫാമിലി നോക്കണം, കുട്ടികളെ നോക്കണം, വീട്ടിൽ കാര്യം നോക്കണം, ഉറങ്ങണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പിന്നെയും പോകണം, വരണം. ഏതെങ്കിലും നിമിഷത്തിൽ എനിക്കൊരു സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ച ഒരു നിമിഷം എന്ന് പറയുന്നത് കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്തല്ലേ? കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്തല്ലേ മാത്രമല്ലേ ജോലി വേണം എന്ന് ആഗ്രഹിച്ചത്? പിന്നൊരു സാഹചര്യമുണ്ട്. തന്റെ കൂടെ പഠിച്ച ആൾക്കാർക്കോ തന്റെ കൂടെയുള്ള ആൾക്കാർക്കോ ആർക്കും സർക്കാർ ജോലി കിട്ടുമ്പോൾ തോന്നും, അയ്യോ എനിക്കും കിട്ടിയേക്കൊള്ള, ശരിയല്ലേ? തന്റെ കൂടെയുള്ള ആൾക്കാർക്കെങ്കിലും സർക്കാർ ജോലി കിട്ടി തോന്നും, എനിക്കും കിട്ടിയേ കൊള്ളായിരുന്നു. അതൊരു അസൂയയാണ്. അത് 2 ദിവസം കഴിഞ്ഞ് മാറില്ലേ? ആ 2 ദിവസം കഴിയുമ്പോൾ ആദ്യ ദിവസം തോന്നും, 2 ദിവസം കഴിയുമ്പോൾ മാറും. വീണ്ടും പഴയ ഒരു ഓടുന്നു, സർക്കിളിനകത്ത് ഓടി പോകുന്നു. എപ്പോഴെങ്കിലും സർക്കാർ ജോലി വേണമെന്ന് കണ്ടിന്യൂസ് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും രാത്രി ഉറങ്ങുമ്പോൾ പോലും എനിക്ക് സർക്കാർ ജോലി വേണമെന്ന് ഒരാളെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരാളെങ്കിലും. ഞാൻ ഇങ്ങനെ ആ ഒരു സർക്കിളിനകത്ത് ഓടിയാൽ പോരാ, എന്റെ ജീവിതം അതിനകത്ത് ഒതുങ്ങിയാൽ പോരാ, ഞാൻ ജോലി നേടണം. ഉണ്ടോ? ഒരാളുണ്ട്. വേറെ ഉണ്ടോ? സത്യം പറയട്ടെ,
ഞാൻ ഈ പറഞ്ഞ സത്യമല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് സത്യമല്ലേ? എന്നെ ഇന്ന് ഓരോ ആൾക്കും വിളിച്ചു, സാർ പഠിക്കാൻ പറ്റുന്നില്ല, സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഒരുപാട് വിളിച്ചു, സാർ പഠിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, എന്റെ വീട്ടിലെ കാര്യം നോക്കണ്ടേ? വീട്ടിലെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, എല്ലാം നോക്കിയിട്ട് അവസാനം ക്ലാസ് സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷനിലൂടെ പഠിക്കുക. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടോ? നിങ്ങളാൽ കാരണമല്ല, നിങ്ങളുടെ കാരണമല്ലാതെ, നിങ്ങളാൽ കാരണമല്ല, മനഃപൂർവ്വമല്ലാതെ ഉണ്ടായിട്ടുണ്ടോ? എന്താ മനഃപൂർവ്വമല്ലാതെ ഉണ്ടായിട്ടുണ്ടോ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ? നിങ്ങളാൽ കാരണമല്ലാതെ, മനഃപൂർവ്വമല്ലാതെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം? എന്താ? സാഹചര്യം. ആ സാഹചര്യമാണ് എൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടെത്തിച്ചത്. ആ ഒരു സാഹചര്യമാണ് എൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടെത്തിച്ചത്. ഞാൻ കണ്ടല്ലോ, ഈസ്റ്റർ ആണ്, ഇന്ന് ഈസ്റ്റർ അല്ലേ? ഞാൻ രാവിലെ 3 മണി ക്ലാസ് എടുത്തില്ലേ? ആ സമയം ഞാൻ എൻ്റെ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുന്ന സമയമില്ലേ? വേറെ ഏത് അക്കാഡമി പോയാലും ഇന്ന് ലീവ് പറയില്ലേ? ഇന്ന് ക്ലാസ് ഇല്ല, നാളെ പറയില്ലേ? ഇന്ന് ക്ലാസ് ഇല്ല, നാളെ പറയില്ലേ? ഇന്ന് ക്ലാസ് ഇല്ല, ഈസ്റ്റർ ആണ്, നാളെ എടുക്കാം. അത് 1 മണിക്കൂറോ 3 മണിക്കൂർ രാവിലെ പറയില്ലേ? പറയില്ലേ? അവധി ദിവസമാണ്, സ്പെൻഡ് ചെയ്യാൻ അച്ഛനും അമ്മ സ്പെൻഡ് ചെയ്യാം. പറയില്ലേ? സത്യം പറയൂ. സത്യം പറയില്ല, സത്യം പറയില്ല. എങ്ങനെ പറയില്ല? ഞാൻ അറിയാമോ? ഞായറാഴ്ചയല്ലേ, എല്ലാവരും വീട്ടിൽ കാണും, സ്റ്റുഡൻസ് എല്ലാം ലീവായിരിക്കും. എങ്ങനെയെങ്കിലും അവർക്ക് ഇത് JPHD പോകുന്ന ആൾക്കാർക്ക് കുറെ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്താൽ കുറെ ഫാമിലി ഇഷ്ടപ്പെടില്ലേ? ശരിയല്ലേ? അത് 1 മണിക്കൂർ 3 മണിക്കൂറും പറഞ്ഞു കാരണം രക്ഷപ്പെടില്ലേ? നിങ്ങൾ രക്ഷപ്പെടട്ടെ. പക്ഷേ എന്താണ്, നിങ്ങളോട് സഹകരിക്കണം. സഹകരിക്കുമോട് പഠിക്കുമോ? ഞാൻ പഠിപ്പിക്കുന്ന കാര്യം പഠിക്കും. ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് പഠിക്കും. എല്ലാവരും ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് കൃത്യമായി പഠിക്കും. എനിക്ക് ഇഷ്ടം പോലെ കുട്ടികൾ വേണമെന്നില്ല. എനിക്ക് വളരെ ചുരുക്കം കുട്ടികൾ മതി. എനിക്ക് വളരെ ചുരുക്കം സ്റ്റുഡൻസ് മാത്രം മതി. എനിക്ക് 1000 പേരോ 2000 പേരോ വേണമെന്നില്ല. 50 പേര് മതി. 50-നകത്ത് ആള് മതി. അവർ ലിസ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞ എക്സാമിൽ കണ്ടതാണ്. അതുപോലെ ഞാൻ പറയും പോലെ പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലാസ്റ്റ് എന്നും സ്ഥിരമായി ക്ലാസ് ആക്കുന്ന ആൾക്കാരെ സെപ്പറേറ്റ് ഗ്രൂപ്പിലോട്ടാക്കും. ലാസ്റ്റ് സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ സെപ്പറേറ്റ് ഗ്രൂപ്പിലോട്ടാക്കും. അവർക്ക് സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കും. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത കാര്യമാണ് ഈ വർഷവും ചെയ്യും. ലാസ്റ്റ് 1 മാസമാകുമ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ സെപ്പറേറ്റ് ഗ്രൂപ്പിലോട്ടാക്കും. അവർക്ക് സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കും. അത് വേണോ വേണ്ടേ? എന്റെ സമയം ആവശ്യമുള്ളവർക്ക് മാത്രം മതിയല്ലോ. എന്റെ സമയം ആവശ്യമുള്ളവർക്ക് മാത്രം മതിയല്ലോ. എന്റെ ടൈം ആവശ്യമുള്ളവർക്ക് മാത്രം മതിയല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം ആരോടും പറഞ്ഞില്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ മാത്രം സെപ്പറേറ്റ്, ലാസ്റ്റ് 1 മാസം സെപ്പറേറ്റ് ഗ്രൂപ്പിലാക്കി അവരെ പഠിപ്പിച്ചു. എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഉണ്ട്. അതുപോലെ ഇപ്രാവശ്യം പറയില്ല, നോക്കും. 1, 2, 3, 4, 5 ക്ലാസ് റെഗുലറായിട്ട് 5 ക്ലാസ് ആക്കിയ ആൾക്കാരെ നോക്കാൻ പോകുന്നില്ല. റെഗുലറായിട്ട് 5 ക്ലാസ്സോളം അറ്റൻഡ് ചെയ്ത ആൾക്കാരെ ഞാൻ നോക്കാറില്ല. വേണമെങ്കിൽ പഠിക്കട്ടെ, പക്ഷെ പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ജോലി ഉറപ്പായിട്ട് വാങ്ങിത്തരും. റെക്കോർഡറാണ്. എക്സാം കഴിഞ്ഞ ശേഷം ഈ റെക്കോർഡ് എനിക്ക് തന്നെ അയച്ചു തരിക. താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എക്സാം കഴിഞ്ഞ ശേഷം ഇന്നത്തെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? എക്സാം കഴിഞ്ഞ ശേഷം ഇന്നത്തെ വീഡിയോയുടെ താഴെ യൂട്യൂബിൽ വരുന്നത് എല്ലാ റെക്കോർഡിങ് യൂട്യൂബിലല്ലേ? കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം, വായിൽ വരുന്നത് എന്നും പറയുക. ചീത്ത മാത്രം വിളിക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ദിവസം ഫൗണ്ടേഷനകത്ത് എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കഴിഞ്ഞ ദിവസം ഫൗണ്ടേഷനകത്ത് എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? സ്ലീപ്പ് അല്ലേ? സ്ലീപ്പിന്റെ ഏതൊരു ഫൗണ്ടേഷനകത്ത് സ്ലീപ്പിന്റെ ഏതൊരു ഇതാണ് എന്റെ ബുക്ക് കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്ന ബുക്ക് ഇതാണ്.
പണ്ട് കോളേജ് നഴ്സിംഗ് ഇല്ലേ, പണ്ട് കോളേജ് നഴ്സിംഗ് പഠിച്ച ബുക്കുകളെല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കി ഇത്രയും വലിയ ബുക്കാക്കിയിട്ട് ഞാൻ പഠിപ്പിക്കാറുണ്ട്. എന്റെ ബുക്സ് ഇതാട്ടോ, ഞാൻ റെഗുലറായിട്ട് പഠിപ്പിക്കുന്ന ബുക്സ് പണ്ട് കോളേജ് നഴ്സിംഗ് പഠിച്ചില്ലേ, അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞു തരുന്നുണ്ട്. സ്ലീപ്പ് എന്താ, സ്ലീപ്പിൽ എത്രാമത്തെ സ്റ്റേജ് പഠിച്ചു, സ്ലീപ്പിന്റെ എത്രാമത്തെ സ്റ്റേജ് പഠിച്ചു, ഒന്ന് പഠിച്ചോ, ഒന്ന് കംപ്ലീറ്റ് ചെയ്തല്ലേ, സ്ലീപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തോ, പറഞ്ഞേ, ചെയ്തോ എങ്കിൽ നമുക്ക് ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഫസ്റ്റ് ശരിയാക്കണ്ട, ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. സോ ഹെഡിങ് ഇട്ടുകൊള്ളുക, ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ്. എത്ര ടൈപ്സ് ഓഫ് സ്ലീപ്പ് ഉണ്ട്? പ്രധാനമായിട്ട് നമുക്ക് എത്ര ടൈപ്സ് ഓഫ് സ്ലീപ്പ് ഉണ്ട്? പ്രധാനമായിട്ടും എത്ര? ഒന്ന് രണ്ടാണോ? രണ്ടുണ്ട് അല്ലേ? പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് സ്ലീപ്സ് പഠിക്കാനുള്ളത്. ഏതൊക്കെയുണ്ട്? സ്ലീപ്പ് പഠിക്കുമ്പോൾ എപ്പോഴും കേരള PC എക്സാമില് ഫൗണ്ടേഷൻ ഷുവർ ചോദ്യമാണ്. സ്ലീപ്പ് എന്ന ഭാഗത്ത് ചോദ്യം ഉറപ്പായി ഉണ്ടായിരിക്കും. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, എന്നറിയിക്കോ, സാർ സ്ലീപ്പിന് സാറിന്റെ എഴുതിയ നോട്ട് അയച്ചിരും, സാറിന്റെ സ്വന്തം കൈയക്ഷരം കൊണ്ടുള്ള നോട്ട് അയക്കാൻ പറയൂ. ഞാൻ കുറെ പോയിന്റ്സ് എപ്പോഴും എഴുതാറുണ്ട്. എന്റെ ഓരോ ക്ലാസ്സിൽ നിന്ന് എപ്പോഴും കുറെ പോയിന്റ്സ് അയക്കാറുണ്ട്. പറയൂ. അത് ക്ലാസ് അറ്റൻഡ് ആൾക്കാർ കിട്ടുള്ളൂ. ക്ലാസ് അറ്റൻഡ് ചെയ്ത കാര്യം കേട്ടോ. എനിക്ക് പറയുന്ന ആൾക്കാർക്ക് ഞാൻ എന്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതിയ നോട്ട് അയച്ചു തരും. ഇതിന്റെ കൂടെ അതുകൂടെ പഠിക്കും. കാരണം അറിയാമോ, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് കിട്ടിയാൽ ഒരു മാർക്കാവില്ലേ? ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല. ക്ലാസ് ഇന്ന് അറ്റൻഡ് ചെയ്യാതെ അടുത്ത ആഴ്ചയോ അടുത്ത മാസം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടില്ല. ശരിയല്ലേ? അവിടെയുള്ള റാങ്ക് മാറുന്നത് പാസ്സാവുന്ന കാര്യമില്ല, ആ റാങ്ക് മാറുന്നത് അവിടെയല്ലേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം ഇതാണ്. എന്റെ സ്ഥിരം പരിപാടി എന്നറിയാമോ? സത്യം പറയാം, ഇതിപ്പോ ക്ലാസ്സിന് ശേഷം മിക്കവാറും എല്ലാവർക്കും എന്റെ കൈയക്ഷരം കൊണ്ട് നോട്ട് കിട്ടുന്നുണ്ടോ? എന്റെ കൈയക്ഷരം കൊണ്ടൊരു നോട്ട് ഞാൻ അയക്കാറില്ലേ? എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞാൻ ടോപ്പിക് വൈസ് കൈയക്ഷരം കൊണ്ട് എഴുതി നോട്ട് അയച്ചു ഉണ്ടല്ലോ. ആതിര, ലീന ഉണ്ടോടെ? ഇല്ല പറയാടേ, ഉണ്ടോടെ? ലിജി ഉണ്ടല്ലോ. അറിയാം അവർക്ക്, പ്രസീത അറിയാം അവർക്ക്. സോ ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ് ഇപ്പോൾ പ്രധാനമായിട്ട് 2 ടൈപ്സ് ആവുള്ളൂ അല്ലെ? 2 ടൈപ്സ് ഓഫ് സ്ലീപ്പ് പ്രധാനമായിട്ടുള്ള ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ദ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അല്ലെ? ഇത് NREM. ഫസ്റ്റ് വൺ ഈസ് NREM സ്ലീപ്പ് ഉണ്ടല്ലേ? ദ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നുകൊണ്ട് REM ഉണ്ട് അല്ലെ? നമുക്ക് പ്രധാനമായിട്ട് 2 ടൈപ്സ് ഓഫ് സ്ലീപ്പാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, REM-ഉം NREM-ലും. ആക്ച്വലി ഈ ഒരു പേര് പറയുമ്പോൾ തന്നെ ഇത് NREM എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പേര് പറയുമ്പോൾ തന്നെ NREM എന്ന് പറഞ്ഞാൽ എന്താ? ദ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഐ മൂവ്മെന്റ് ഇല്ലാത്ത സ്ലീപ്പ് അല്ലേ? ഐ മൂവ്മെന്റ് ഇല്ലാത്ത സ്ലീപ്പ് അല്ലേ NREM? ഐ മൂവ്മെന്റ് ഇല്ലാത്ത സ്ലീപ്പ് അല്ലേ NREM എന്ന് പറയുന്നത്? നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഐ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ലീപ്പിനെ പറയുന്ന പേരെന്താ? നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഐ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ലീപ്പ് എന്താ? NREM അല്ലേ? ഈ ഒരു സ്ലീപ്പിന്റെ ഒക്കറൻസ് എവിടെയാ? ഈ ഒരു സ്ലീപ്പ് എവിടെ ഉണ്ടാവുന്നത്? എപ്പോ ഉണ്ടാവും? നമ്മുടെ എല്ലാവരുടെയും ഒരു 75% സ്ലീപ്പ് ഇതല്ലേ? ഇപ്പൊ നിങ്ങളായാലും ഞാനായാലും നമ്മുടെ എല്ലാവരുടെയും ഒരു 75% സ്ലീപ്പ് ഇപ്പൊ NREM അല്ലേ? നിങ്ങളുടെ ആയാലും എന്റെ ആണോ? എന്റെ ആവാൻ സാധ്യതയില്ല. രാത്രി 1 മണിക്ക് മെസ്സേജ് വരും, സാർ ആ റെക്കോർഡ് കാണാനില്ല, ഫോൺ കംപ്ലൈന്റ് 2 മണിക്ക് സാർ അയക്കോ? പഠിക്കണം കേട്ടോ, ഇപ്പൊ കുട്ടികളില്ലേ 2 മണിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്നറിയാമോ? സാർ ആ റെക്കോർഡ് ഒന്നുകൂടെ അയക്കാമോ? ഞാൻ പിന്നെ ഫോണ് സൈലന്റ് ആക്കാത്ത കാരണം എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാലോ എന്ന് കരുതി രാത്രി ഫോണൊന്നും സൈലന്റ് ആക്കാതെ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യാറില്ല, കൊടുക്കാറുണ്ട്. 75% അല്ലെങ്കിൽ 80% സ്ലീപ്പ് എന്താ? NREM അല്ലേ?
പഴയ ബുക്കുകൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലേറ്റസ്റ്റ് ബുക്കുകൾ എപ്പോഴും NREM എന്താണ് ഈ പറഞ്ഞ 75 to 80% പഴയ ടെക്സ്റ്റ് ബുക്ക് ഇനി ആരും പഠിക്കാൻ നിൽക്കരുത്. ചോദ്യം അവിടെ നിന്ന് ഒരിക്കലും വരത്തില്ല. എക്സാമിനേഴ്സ് എല്ലാം പുതിയ ആൾക്കാരാണ്. പഴയ കാര്യങ്ങളൊന്നും ഇനി പഠിക്കരുത്. എന്റെ കഴിഞ്ഞ DHS കഴിഞ്ഞ DME നോട്ടുകൾ പഠിക്കുന്ന ആൾക്കാരോട് പറയുന്ന കാര്യമാണ് പഠിക്കരുത്. ഓക്കെ, സോ ഇത് ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഇത് NREM സ്ലീപ്പ് എത്ര സ്റ്റേജ് ഉണ്ട്? 3 സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഇത് ലേറ്റസ്റ്റ് ബുക്കുകൾ അനുസരിച്ച് NREM സ്ലീപ്പ് പ്രധാനമായിട്ടും 3 സ്റ്റേജ് ഉണ്ട്. ഇതൊക്കെയാ സ്റ്റേജ് 1 പഴയ ബുക്കിൽ 4, ഇപ്പൊ 3 ഉള്ളൂ കേട്ടോ. പഴയ ബുക്കിൽ 4, ഇപ്പോൾ 3 ഉള്ളൂ. എന്താ സ്റ്റേജ് എന്താ? സ്റ്റേജ് 1 എന്തിനാ സഹായിക്കുന്നത്? സ്റ്റേജ് 1 എന്താ സംഭവിക്കുന്നത്? വളരെ ചില സമയത്ത് വളരെ ലൈറ്റ് സ്ലീപ്പ് ഉണ്ടോ? ചില സമയത്ത് എപ്പോഴെങ്കിലും പഠിക്കുന്ന സമയത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് വന്നിട്ടുണ്ടോ? കുറച്ച് നിമിഷത്തേക്ക് എപ്പോഴെങ്കിലും പഠിക്കുന്ന വന്നോ? ഇവിടെ ഉണ്ടോ? അടുത്തില്ലാതെ പോയി. എവിടെ? ഇതറിയാമോ? ഇതിന്റെ പേരറിയാമോ? പണ്ട് കോളേജ് കണ്ടാണ്, സ്കൂൾ കണ്ടാണ്. സ്കൂളില് പേരെന്താ ഇതിന്റെ? സ്കൂളിലും കോളേജ് കണ്ടു കാണാം. എന്താണ്? ഡസ്റ്റർ. ഇത് അടുത്ത് ആരൊക്കെ പേരെവിടെ? ഒന്നും പറയുന്നില്ല. ഉറക്കം വരുമെന്ന് പറഞ്ഞപ്പോ ചില സമയത്ത് എല്ലാം ഉണ്ട്. ചോക്കുണ്ട്, ഡസ്റ്റർ ഉണ്ട്, മാർക്കർ ഉണ്ട്, എല്ലാം ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എമർജൻസിക്ക് വേണമെങ്കിൽ ഇതും ഉണ്ട് കേട്ടോ. എമർജൻസിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഉത്തരം പറയാതിരിക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടില്ലേ? ഇതും പിടിക്കാം. ഉത്തരം പറയാതിരിക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുമ്പോ ഇത് ഉപയോഗിക്കാം. കണ്ടോ? എല്ലാം അടുത്തുണ്ട്. എല്ലാം എന്താണ് എമർജൻസി എല്ലാം അടുത്തുണ്ട്. ഡസ്റ്റർ, മാസ്ക്. അയ്യോ, അപ്പോ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ലൈറ്റ് സ്ലീപ്പ് വേഴ്സ് ചെയ്താ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ലൈറ്റ് സ്ലീപ്പ് വരുന്ന സ്റ്റേജ് 1 ആണ്. സ്റ്റേജ് 1 എപ്പോഴും വളരെ കുറച്ച് മിനിറ്റുകൾക്ക് വേണ്ടി മാത്രം സ്ലീപ്പ് ഉണ്ടാവില്ലേ? സ്ലീപ്പിലേക്ക് എപ്പോഴെങ്കിലും എന്താ വഴുതി പോയിട്ടുണ്ടോ? വഴുതി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആലോചിച്ചു. പണ്ട് കോളേജ് പഠിക്കുമ്പോ, സൈക്യാട്രി പഠിക്കുമ്പോ, മൈക്രോബയോളജി പഠിക്കുമ്പോ ഇരുന്ന് അങ്ങ് ചരിഞ്ഞ് പോയിട്ടുണ്ടോ? അതുകൊണ്ട് ആരൊക്കെ ഉണ്ടോ? സൈക്യാട്രി, മൈക്രോബയോളജി പഠിക്കുന്ന സമയത്ത്, പാത്തോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇരുന്ന് ഇങ്ങനെ ഉണ്ടോടെ? ഉണ്ടല്ലേ? മാർച്ച് ചെയ്താ കുറച്ച് നിമിഷത്തേക്ക് വേണ്ടി മാത്രം ഇത് ഉറങ്ങുന്ന സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ഏതാ? കുറച്ച് നിമിഷത്തേക്ക് വേണ്ടി മാത്രം ഉറങ്ങുന്ന സ്ലീപ്പ് ഏതാ? സ്റ്റേജ് 1. ആ സമയത്ത് എന്താ പ്രത്യേകത? സ്റ്റേജ് 1 പ്രത്യേക ചോദ്യം. ആ കണ്ണിന്റെ ഐബാൾസ് ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലോട്ട് മൂവ് ചെയ്യും. ഐബാൾസ് ഒരു സൈഡിൽ നിന്ന് ആലോചിച്ച് സിനിമ കാണാറുണ്ട്. ആ കണ്ണിങ്ങനെ ഉരുണ്ട് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് മൂവാറുണ്ട്. അറിയില്ലേ? നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. കൂട്ടുകാരികൾ, കൂട്ടുകാരന്മാർ, ചേട്ടന്മാർ, അങ്കിൾസ് എല്ലാം ഉറങ്ങുന്ന സമയത്ത് ഈവൻ അമ്മയും അച്ഛനും ഉറങ്ങുക പോലും സോഫയിലൊക്കെ ഇരുന്ന് ഉറങ്ങുമ്പോൾ ഒരു സൈഡിൽ കണ്ണ് അടുത്ത സൈഡിലോട്ടും കണ്ടുണ്ടായിരിക്കില്ലേ? പെട്ടെന്ന സമയത്ത് ഒരു ചെറിയ നിമിഷത്തേക്ക് വേണ്ടി മാത്രം പെട്ടെന്ന് ഉറങ്ങുമ്പോ ആ കണ്ടുണ്ടോ? നല്ല പ്രായമായ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടോ? കണ്ണിങ്ങനെ റോള് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ മുറിയുണ്ടോ? മിക്കാണ് നല്ല പ്രായ ആൾക്കാർ വീട്ടിൽ വന്ന് സംസാരിച്ചിരിക്കും. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ കണ്ണിങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടോ?
വലിയ സീരിയസ് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ലെ, സീരിയസ് ആയിട്ട് നാളെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യുമ്പോഴായിരിക്കും കണ്ണിങ്ങനെ പോകുന്നു. സൂപ്പറിൽ സംസാരിക്കുമ്പോഴേക്കും കണ്ണിങ്ങനെ പോകുന്നു അല്ലെ, കണ്ണിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോകും. ഉറങ്ങോടെ ഇങ്ങനെ ആരെങ്കിലും എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ആരെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ കണ്ണ് ഒരു സൈഡിൽ നിന്ന് ക്ലാസ് മാത്രം പറയില്ല, വേറെ എന്തും പറഞ്ഞു, വേറെ എന്തും പറഞ്ഞു, ക്ലാസ് മാത്രം പറയും. നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടായിരിക്കും ഉറങ്ങുന്ന സമയത്ത് കണ്ണ് ഒരു സൈഡിൽ നിന്നും അടുത്ത ഭാഗത്തോട്ട് മൂവ് ചെയ്യുന്നത്. ഏത് സ്റ്റേജ് ഓഫ് സ്ലീപ്പാണ്? സ്റ്റേജ് 1 അല്ലേ? സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള ഉറക്കത്തെയാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ഇവിടെ പേഴ്സൺ റിലാക്സ് ചെയ്ത് നല്ല ഡ്രൗസിനെസ് ആവാറില്ലേ, റിലാക്സ് ചെയ്യുകയും ഡ്രൗസിനെസ് ആവുകയും ചെയ്യുന്ന സ്റ്റേജ് ഇപ്പൊ സ്റ്റേജ് 1 ആണ്. മാത്രമല്ല ഹാർട്ട് റേറ്റും റെസ്പിറേറ്റും പതിയെ കുറയാറില്ലേ? ഹാർട്ട് റേറ്റും റെസ്പിറേറ്റും സ്റ്റേജിൽ പതിയെ കുറയും. മറക്കരുതേ, ഈ സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് അയാളെ അവിടെ വിളിച്ചുണർത്താൻ എളുപ്പമാണോ? സ്റ്റേജ് 1 സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അയാളെ വിളിച്ചുണർത്താൻ വളരെ എളുപ്പമാണോ? സ്റ്റേജ് 1 സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അയാളെ വിളിച്ചുണർത്താൻ എളുപ്പമല്ലേ? ആരെങ്കിലും വിളിച്ചുണർത്തിട്ടുണ്ടോ? നിങ്ങളെ ആരെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ചുണർത്തിട്ടുണ്ടോ? നിങ്ങളെ ആരെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ചുണർത്തിയിട്ടുണ്ടോ? ഉണ്ടോ? പറയട്ടെ. ഉണ്ട് 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 ഉണ്ടോടെ ഉണ്ടല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒന്നാണ് ഉറക്കം. നന്നായിട്ട് ഉറങ്ങുക, ശരിയല്ലേ? എനിക്കാണ് ഉറക്കമില്ലാത്ത ഇവിടെ. എനിക്കാണ് ഉറക്കം, രാവിലെ ആയാലും ശരി ഉറക്കമില്ല. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പല ആൾക്കാർ എപ്പോഴെങ്കിലും നന്നായി ഉറങ്ങിയിട്ടുണ്ടോ? പെട്ടെന്ന് സംസാരിച്ചവരിൽ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടോ? അത്രയും സമയം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഉറങ്ങിക്കണ്ടിട്ടുണ്ടോ? നന്നായിട്ട് സംസാരിച്ചിരുന്നു, പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു നിമിഷത്തേക്ക് വേണ്ടി മാത്രം ഉറങ്ങിയതായിട്ട് ആർക്കും ഓർമ്മയുണ്ടോ? നന്നായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് വേണ്ടി മാത്രം ഉറങ്ങിയാണ്. അത് ഏത് സ്റ്റേജ്? സ്റ്റേജ് 1 അല്ലേ? NREM ആണോ REM ആണോ? NREMനകത്ത് സ്റ്റേജ് 1 അല്ലേ? NREMനകത്ത് സ്റ്റേജ്. പക്ഷെ അയാൾ സമ്മതിക്കും? അത് സമ്മതിക്കില്ല. പക്ഷെ ആ ഉറങ്ങി എന്ന് പറയുന്നത് അയാൾ ഒരിക്കലും സമ്മതിക്കാറുണ്ട്. അയാൾ ഫീൽ ചെയ്യാറില്ല. ഒരിക്കലും അയാൾക്ക് ഫീൽ ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പോലും അയാൾക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും സ്റ്റേജ് 1 സ്ലീപ്പ് സമ്മതിക്കാറില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഒരു ഫീലും ഇല്ല, ഒരു ഫീലില്ല. പക്ഷെ എന്താണ്, ചെറിയൊരു ഡ്രൗസ്നെസ്സും റിലാക്സേഷനും, ഹാർട്ട് റേറ്റ് കുറയുകയും റെസ്പിറേറ്റ് പതിയെ കുറയും. ചെറിയ സമയത്ത് ചെറിയൊരു സ്ലീപ്പ് മാത്രമേ ഉള്ളൂ അല്ലെ? എപ്പോഴെങ്കിലും ഈ ഇടയ്ക്ക് നല്ല ചൂടിൽ നിന്ന് ഏതെങ്കിലും ഒരു AC ഹാളിൽ വന്ന ശേഷം ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, നല്ല ചൂടിനകത്ത് നിന്നും പെട്ടെന്ന് AC റൂമിനകത്ത് വന്ന ശേഷം ഒരു നിമിഷമെങ്കിലും ചെറുതായിട്ടത് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷത്തെങ്കിലും ചെറുതായിട്ടത് കണ്ണടച്ചിട്ടുണ്ടോ? സ്ലീപ്പ് ഇതല്ലേ സ്റ്റേജ് നല്ല ചൂടിൽ നിന്നും പെട്ടെന്ന് ഒരു AC ഹാളിനകത്തേക്കോ നല്ല വീടിനകത്ത് വന്ന ശേഷം ഉറങ്ങിയിട്ടുണ്ടോ? നല്ല തണുപ്പുള്ള സ്ഥലത്ത് വന്ന ശേഷം ഉറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ സ്റ്റേജ് ഉള്ള എപ്പോഴും എന്താ, ഒരു ഡ്രൗസ്നെസ്സും റിലാക്സേഷനും, ഹാർട്ട് റേറ്റ് കുറയുകയും റെസ്പിറേറ്റ് പതിയെ കുറയുകയും ചെയ്യുന്നു. ചെറിയൊരു സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള സ്ലീപ്പിനെ പറയുന്ന പേരെന്താ? ചെറിയൊരു സ്ലീപ്പ് മാത്രമേ ഉള്ളൂ. എന്താ? സ്റ്റേജ് 1 എന്ന് വിളിക്കുക അല്ലെ? സ്റ്റേജ് 1 NREM ആണോ? സ്റ്റേജ് 1 NREM എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഞാൻ വളരെ സ്ലോ ആയിട്ട് പതുക്കെ പറഞ്ഞ കാര്യമാണ്. കിട്ടിയോ? ഞാൻ സ്ലോ അല്ലേ? സ്ലോ അല്ലേ? പതിയെ. കാരണം എനിക്ക് ഈ ഓടിപ്പോയി കിടന്നുറങ്ങണ്ട. ഇവിടെ കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇത് മനസ്സിൽ പഠിക്കേണ്ട ഒരു ചോദ്യം എപ്പോഴും വരും. സ്റ്റേജ് 1 കഴിഞ്ഞാൽ ഇത് NREMനകത്ത് വരുന്ന അടുത്ത കാര്യമാണ് സ്റ്റേജ് 2 സ്ലീപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങളുടെ ഇത് യഥാർത്ഥമായ സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ അല്ലേ? നിങ്ങളുടെ യഥാർത്ഥമായ സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസ് ചെയ്ത സ്റ്റേജ് 2 ആണ്.
ഇതിനകത്താണ് നിങ്ങൾ എപ്പോഴും യഥാർത്ഥമായി ഉറങ്ങിത്തുടങ്ങുന്ന സ്റ്റേജ് ഓഫ് സ്ലീപ്പ്. ഏതാ? യാഥാർത്ഥ്യമായി നിങ്ങൾ ഉറങ്ങിത്തുടങ്ങുന്ന സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ഏതാ? സ്റ്റേജ് 2 NREM അല്ലെ? സ്റ്റേജ് 2 NREM യഥാർത്ഥമായിട്ട് ഉറങ്ങിത്തുടങ്ങുന്ന സ്റ്റേജ് സ്ലീപ്പ് ഏതാ? സ്റ്റേജ് 2 NREM ആണ് അല്ലെ? കാരണം ഇത് ബോഡി പ്രോസസ് എല്ലാം പതിയെ പതിയെ സ്ലോ ആവാറില്ലേ? എന്താ ബോഡി പ്രോസസ്സുകളെല്ലാം പതിയെ പതിയെ സ്ലോ ആയി തുടങ്ങും. മാത്രമല്ല ഐസിന് സംഭവിക്കും. ഐസിന് ആ കണ്ണുകൾക്ക് എന്തെങ്കിലും സംഭവിക്കും. പിന്നെ മറ്റതിൽ പതിയെ പതിയെ അങ്ങോട്ട് മൂവ് ആറല്ലേ? മറ്റതിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ആറല്ലേ? സ്റ്റേജുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ആറുണ്ട്. പക്ഷെ സ്റ്റേജ് 2 എങ്ങനെയാ? സ്റ്റേജ് 1 അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും പറഞ്ഞില്ലേ? സ്റ്റേജ് 1 NREMൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് പറഞ്ഞില്ലേ? ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലോട്ട് സ്റ്റേജ് 1 മൂവ് ആകും എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേജ് 2 ഐ മൂവ്മെന്റ് ഉണ്ടോ? സ്റ്റേജ് 2 ഐ മൂവ്മെന്റ് ഇല്ല. കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത സ്റ്റേജ് സ്ലീപ്പ് ഏതാ? സ്റ്റേജ് 2 NREM. കണ്ണുകൾ ഐ മൂവ്മെന്റ് സ്റ്റിൽ ആയിരിക്കും. ഒരിക്കലും ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലോട്ട് ഒരിക്കലും ഐ മൂവ് ചെയ്യാത്ത സ്റ്റേജ് സ്റ്റേജ് 2 NREM. അപ്പൊ വീണ്ടും ചോദിക്കും, ഐ ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സ്റ്റേജ് സ്ലീപ്പ് ഏതാ? സ്റ്റേജ് 1 NREM. കണ്ണുകൾ ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സ്റ്റേജ് സ്ലീപ്പ് ചോദിച്ചാൽ ദ ടൈപ്പ് ഓൺ സ്റ്റേജ് 1 NREM. കണ്ണുകൾ മൂവ് ചെയ്യാത്ത സ്റ്റേജ് വെച്ചാൽ സ്റ്റേജ് 2 NREM. ക്ലിയർ ആയി? ക്ലിയർ ആയി? ക്ലിയർ ആയി? യെസ്. ഈസി ആണോ പഠിക്കാൻ? ഞാൻ സ്പീഡല്ല, ഞാൻ പതുക്കെ 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 2 ക്ലാസ് ഇമ്പോർട്ടൻസ്. ഇത് വേണോ? ഇത് വേണോ? ഇത് ആരെങ്കിലും ഇത് ഫസ്റ്റ് റാങ്ക് മേടിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് റാങ്ക് മേടിച്ചു തരാം. സൂക്ഷിച്ച് വെക്കാം, ഫ്രെയിം ചെയ്ത്. കാരണം എന്നെ ഇത് എറിഞ്ഞില്ലല്ലോ, എന്നെ ഇത് കൊണ്ട് എറിഞ്ഞില്ലല്ലോ, ശരിയല്ലേ? എന്നെ ഇത് കൊണ്ട് എറിയാത്തത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ അത് ഫ്രെയിം ചെയ്യും, ശരിയല്ല? അങ്ങനെയല്ലേ? വേണോ? എല്ലാ വർഷവും ഉണ്ട് കയ്യിൽ കേട്ടോ. എല്ലാ പ്രാവശ്യം ഓരോന്ന് കൈ വെച്ചിരിക്കും. വലിയ ഉപയോഗമൊന്നുമില്ല. ശരി, വേണോ അറിയില്ലേ? വേണോ ഇറക്കിയത്? വേണ്ട. അപ്പൊ സ്റ്റേജ് 1 ആണെങ്കിൽ ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലോട്ട് അല്ലേ? സ്റ്റേജ് 1 ആണെങ്കിൽ കണ്ണുകൾ ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലോട്ടും. സ്റ്റേജ് 2 ആണെങ്കിൽ കണ്ണുകൾ സ്റ്റിൽ ആയിരിക്കും. വ്യത്യാസം പറ്റിയത് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം തമ്മിലുള്ള വ്യത്യാസം പറ്റിയിട്ട് ഇത് NREMനകത്ത് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം തമ്മിലുള്ള വ്യത്യാസം പറ്റിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റാഫ് നേഴ്സ് സർക്കാർ ജോലി കിട്ടിയ ആൾക്കാർ പിന്നെയും പഠിക്കുന്നുണ്ടോ? സ്റ്റാഫ് നേഴ്സ് സർക്കാർ ജോലി കിട്ടിയ ആൾക്കാർ പിന്നെയും പഠിക്കുന്ന കണ്ടുണ്ടോ? കഴിഞ്ഞ DHS കിട്ടിയ ആൾക്കാർ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് കഴിഞ്ഞ DHS കിട്ടിയ ആൾക്കാർ പഠിക്കുന്നു. ഇന്നലെ ഇപ്പോൾ വീഡിയോ ഉണ്ടോ? ഞാൻ ഇന്നലെ വീഡിയോ ഉണ്ടോ? ഇന്നലെയോ ഇന്നോ ഇട്ടൊരു വീഡിയോ ഉണ്ടോ? ഇന്നലെയോ ഇന്നോ ഇട്ടൊരു വീഡിയോ ഉണ്ടോ? അത് പഠിക്കുന്നുണ്ട്. കിട്ടിയത് JPC കേട്ടോ. ഇത് JPC കിട്ടി. പക്ഷെ ഇപ്പോൾ ഇതിലേക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. JPC കിട്ടി പഠിക്കുന്നുണ്ട് ഇപ്പോഴത്തെ. പഠിച്ചൂടെ? സ്റ്റേജ് 2 പ്രത്യേകത എന്താ? സ്റ്റേജ് 2 എത്തുമ്പോൾ ഹാർട്ട് റേറ്റ് കുറെ കൂടും. സ്റ്റേജ് 2 എന്ന് പറയും ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ കൂടും. ഹാർട്ട് റേറ്റ് കുറയും, റെസ്പിറേറ്ററി റേറ്റും കുറയും. ഹാർട്ട് റേറ്റും കുറയും, റെസ്പിറേറ്ററി റേറ്റും കുറയും. അതിന് കൂടെ തന്നെ ബോഡി ടെമ്പറേച്ചറും കുറയും അല്ലെ? ഹാർട്ട് റേറ്റും റെസ്പിറേറ്റും കുറയും. പക്ഷെ സ്റ്റേജ് 1 ആണെങ്കിൽ ഹാർട്ട് റേറ്റും റെസ്പിറേറ്റും മാത്രമല്ലേ? സ്റ്റേജ് 1 ആണെങ്കിൽ ഹാർട്ട് റേറ്റും റെസ്പിറേറ്റും മാത്രമാണ്. പക്ഷേ സ്റ്റേജ് 2 എത്തുമ്പോൾ ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റ് കൂടെ തന്നെ ടെമ്പറേച്ചർ കൂടെ കുറയും കേട്ടോ. സ്റ്റേജ് 1 ആണെങ്കിൽ ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റും മാത്രം കുറയും. പക്ഷെ സ്റ്റേജ് 2 ആകുമ്പോഴേക്കും ഹാർട്ട് റേറ്റും കുറയും, റെസ്പിറേറ്ററി റേറ്റും കുറയും. കൂടെ തന്നെ ടെമ്പറേച്ചറും പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. മറക്കരുത്. ഇവിടെ ആളെ ഉണർത്താൻ എളുപ്പമാണോ? ഇവിടെ ആളെ ഉണർത്താൻ എളുപ്പമാണോ?
നമ്മൾ ശക്തിയായി വിളിച്ചാൽ മാത്രമല്ലേ ഉണർത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ വളരെ ശക്തിയായിട്ട് ഉണർത്താൻ വിളിച്ചാൽ മാത്രമല്ലേ എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. അനുഭവമുണ്ടോ? 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 ഉണ്ട്. അപ്പൊ കണ്ണുകൾ സ്റ്റില്ലായിരിക്കും, ഹാർട്ട് റേറ്റ് കുറയും, റെസ്പിറേറ്ററി റേറ്റ് കുറയും, ടെമ്പറേച്ചർ കുറയും. ഈ സ്റ്റേജ് 2 അല്ലെ. കണ്ണുകൾ സ്റ്റില്ലായിരിക്കും, ഹാർട്ട് റേറ്റ് കുറയും, റെസ്പിറേറ്ററി റേറ്റ് കുറയും, ടെമ്പറേച്ചർ കുറയും. ഏതാ ഏതാ സ്റ്റേജ് 2. സ്റ്റേജ് 2 കിട്ടിയല്ലോ. ഫസ്റ്റും കിട്ടി, സെക്കൻഡ് കിട്ടിയോ? ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കിട്ടിയോ? ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ക്ലിയർ ആയി. ക്ലിയർ. ഞാൻ ഓരോന്ന് നിർത്തി പറഞ്ഞ് പഠിപ്പിച്ച്, ഞാൻ ഒരിക്കലും സ്പീഡില്ല, സ്പീഡ് കാണിക്കാത്ത ഒരാളെ ഞാൻ നിർത്തി. മനസ്സിലായോ? ക്ലിയർ ആയി. സ്റ്റേജ് 3 പോവാ. 3 പോകുന്നു. കേരള പീസ് എക്സാം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടെ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടെ. സ്ലീവുമായി ബന്ധപ്പെട്ടുള്ള കേരള പീസ് എക്സാം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടെ. റെഗുലർ ആയിട്ട് എക്സാമിൽ ചോദിക്കുക ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടെ. ചെറിയൊരു നിങ്ങൾക്കൊരു ആശ്വാസമായിട്ട്. ഇൻസോംനി എന്താണ്, ആൻഡ് ഡിസോംനി എന്താണ്, ആൻഡ് പാരാസോംനി എന്താണ്, സ്ലീപ്പ് ആപ്നി എന്താണ്, നാർക്കോലെപ്സി എന്താണ്, സോമനാംബുലിസം എന്താണ്, സർക്കേഡിയം റിതം സ്ലീപ്പ് അബ്നോർമാലിറ്റി എന്താണ്. എവിടെയെങ്കിലും ഈ പേരുണ്ടോ? ഇൻസോംനിയ, ഡിസോംനിയ, പാരാസോംനിയ, സ്ലീപ്പ് അപ്നിയ, സർക്കേഡിയം റിതം അബ്നോർമാലിറ്റി, നാർക്കോലെപ്സി, സോമനാംബുലിസം, സ്റ്റേജ് ഓഫ് ഡ്രീമിംഗ് എന്നും സ്റ്റേജ് 3 എന്നും സ്റ്റേജ് 2 എന്നും സ്റ്റേജ് 1 എന്നും NREM എന്നും REM എന്നും ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ് ഏതെന്നും ഇത്രയുമാണ് ചോദ്യം. വീണ്ടും പറഞ്ഞുതരാം. ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ് ഏതൊക്കെയാണ്? സ്റ്റേജ് 1 എത്ര ടൈപ്പ് ഉണ്ട്? സ്റ്റേജ് 2 ടൈപ്പ് ഏതൊക്കെയാ? ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി കുറയോ കൂടുവോ? ചോദ്യം ഇതൊക്കെയാണ്. ഇനി ഇത് കുട്ടികൾ അഡൽട്ട് ആയാലും ഈ പറഞ്ഞ എന്താണ് ഇൻഫാന്റ് ആയാലും എല്ലാവരും ഇങ്ങോട്ട് പഠിക്കും. ഇൻഫാന്റ് ആയാലും ബാക്കി എല്ലാവരെയും ഈ പറഞ്ഞ റേറ്റ് എത്രയാണ്, സ്ലീപ്പ് സമയം റേറ്റ് എത്രയാണ്, ഇൻസോമിൻസോ, അതുപോലെ എല്ലാ കണ്ടീഷൻ ചോദിക്കും. ചോദ്യം കിട്ടിയല്ലോ, പഠിക്കാമോ? ചോദ്യം കിട്ടിയല്ലോ, പഠിക്കാമോ? എന്ത് പഠിപ്പിച്ചാലും ചോദ്യം അറിഞ്ഞ് പഠിക്കുക. സ്റ്റേജ് 2 പഠിച്ചല്ലോ, സ്റ്റേജ് 2 വരെ പഠിച്ചല്ലോ. സ്ലീപ്പിന്റെ NREM സ്റ്റേജ് പഠിച്ചു, 2 പഠിച്ചല്ലോ. സ്റ്റേജ് 3 എന്താ? 3 എന്താ? സ്ലീപ്പിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് സ്റ്റേജ് ഏതാ? സ്ലീപ്പിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ ആരാ? സ്റ്റേജ് 3 NREM അല്ലേ? സ്ലീപ്പിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലീപ്പ് എന്ന് ചോദിച്ചാൽ സ്റ്റേജ് 3 NREM അല്ലേ? സ്ലീപ്പിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് സ്റ്റേജ് വെച്ചാൽ സ്റ്റേജ് 3 NREM അല്ലേ? 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 ആണോ? ആണോടെ? ഇവിടെ എന്ത് സംഭവിക്കുന്ന? ഇവിടെ എന്താ ഇമ്പോർട്ടൻസ്? എന്താ ഇവിടത്തെ ഇമ്പോർട്ടൻസ്? എന്താ? സ്ലീവ് വേവുകൾ. നമുക്ക് ഈ ചോദ്യം വരും. സ്ലീവ് വേവ്സ് അല്ലെങ്കിൽ ഡെൽറ്റ വേവ്സ് എപ്പോഴും കണ്ടുപിടിക്കപ്പെടില്ലേ, ഐഡന്റിഫൈ ചെയ്യപ്പെടില്ലേ? സ്ലീവ് വേവ്സ് അല്ലെങ്കിൽ ഡെൽറ്റ വേവ്സ് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യപ്പെടും. എവിടെയാ? അത് എന്ത് റെക്കോർഡ്? ECG ആണോ EEG ആണോ? സ്ലീവ് വേവ്സ് അല്ലെങ്കിൽ ഡെൽറ്റ വേവുകൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ? ECG ആണോ EEG ആണോ? അവിടെ EEG ആണോ? ചോദ്യം വരും. സ്ലീവ് വേവ്സ് ഓർ ഡെൽറ്റ വേവ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് റെക്കോർഡറിൽ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണോ? ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണോ? EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ചോദ്യം വരും. സ്ലീവ് വേവ്സ് അല്ലെങ്കിൽ ഡെൽറ്റ വേവ്സ് എപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്ന
സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ഏതാ? ഇലക്ട്രോ എൻസെഫലോഗ്രാമിൽ സ്ലീപ്പ് വേവ്സ് അല്ലെങ്കിൽ ദ ഡെൽറ്റ വേവ്സ് കണ്ടുപിടിക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ഏതാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിൽ ഏതാ? 3 ചോദ്യമാണ്. മൂന്നാമത്തെ സ്റ്റേജ് സ്ലീപ്പിലാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നമുക്ക് സ്ലീപ്പ് വേവ്സ് അല്ലെങ്കിൽ ദ ഡെൽറ്റ വേവ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഇവിടെ വീണ്ടും ചോദ്യമുണ്ട്, ഹാർട്ട് റേറ്റും പൾസ് റേറ്റ് ഹാർട്ട് റേറ്റ് എത്ര ശതമാനം കുറയും? നമ്മുടെ നോർമലിൽ നിന്നും 30% കേട്ടോ. ഹാർട്ട് റേറ്റും ഈ പറഞ്ഞ പൾസ് റേറ്റ് 30% നോർമലിൽ നിന്നും, ഒരാളുടെ നോർമലിൽ നിന്നും ഹാർട്ട് റേറ്റും പൾസ് റേറ്റും 20 മുതൽ 30% കുറയുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ എന്താണ് സ്കെൽറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുകയും ചെയ്ത സ്റ്റേജ് ഏതാ? നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ സ്കെൽറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്ന സ്റ്റേജ് ഏതാ? ഈ പറഞ്ഞ സ്റ്റേജ് 3 അല്ലേ? ശരിയല്ലേ? അത് ഓർമ്മയുണ്ടെങ്കിലും പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ ഇരിക്കുന്ന സമയത്ത് ഉറക്കം വരുമ്പോ ആദ്യം 2 കാലുകളും ചേർത്ത് വെക്കുകയും പതിയെ കണ്ണടച്ചിട്ടുണ്ടോ? 2 കാല് ഒരുമിച്ച് കൂട്ടി വെച്ചുകൊണ്ട് പതിയെ ഒന്ന് നീട്ടി വെക്കുക അല്ലേ? ഒന്നിൽ നീട്ടി വെക്കുക, ചേർത്ത് വെക്കുക ചെയ്തുകൊണ്ട് പതിയെ ആരും ഉറങ്ങിയിട്ടുണ്ടോ പണ്ട് കോളേജിൽ? സ്കെൽറ്റൻ മസിൽസ് പതിയെ റിലാക്സ് ചെയ്തുകൊണ്ട് 2 കൈയും താഴോട്ട് വെച്ചുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ സ്നോറിങ് ചെയ്തുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ആ കൈകൾ 2 താഴോട്ട് വെച്ച് കാലെല്ലാം നീട്ടി റിലാക്സ് വെച്ചുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ക്ലാസ് ഉറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴൊക്കെ? ഫാർമക്കോളജി ക്ലാസ് വരാനുണ്ടേ? കുറെ ക്ലാസ് ഇല്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്താ ഈ പ്രത്യേകം എന്താ? ഈ ഒരു സ്റ്റേജിന് പ്രത്യേകം എന്താ? ഉണ്ട്, പറയില്ല. ഇപ്പൊ നമ്മുടെ ബോഡി ഇല്ലേ, നമ്മുടെ ബോഡി ഇത് എനർജി റീസ്റ്റോർ ചെയ്താ ബോഡി എനർജി റീസ്റ്റോർ ചെയ്താ ബോഡി എനർജി റീസ്റ്റോറേഷൻ ചെയ്യുന്ന സ്റ്റേജ് സ്ലീപ്പ് ഏതാ? സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 ആണ്. 3 ആണ്. 3 അല്ലേ? ബോഡി എനർജി റീസ്റ്റോർ ചെയ്ത സ്റ്റേജ് 2 ആണോ 3 ആണോ? ബോഡി എനർജി റീസ്റ്റോർ ചെയ്ത സ്റ്റേജ് 3 ആണ്, മറക്കരുത്. അവിടെ എനർജി റീസ്റ്റോറേഷൻ മാത്രമല്ല, ഒരു ഹോർമോൺ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ബോഡിയിൽ നിന്ന് എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോൺ കൂടെ റിലീസ് ചെയ്യുന്നത്. ബോഡി റിലാക്സ് ചെയ്ത് മാത്രമല്ല, എൻഡോക്രൈൻ സിസ്റ്റം ബന്ധപ്പെട്ട് ഒരു ഹോർമോൺ കൂടെ പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ. എന്താ? ഗ്രോത്ത് ഹോർമോൺ അല്ലേ? ഗ്രോത്ത് ഹോർമോൺ കൂടെ റിലീസ് ചെയ്യപ്പെടുന്നത് അല്ലേ? നമ്മൾ ഗ്രോത്ത് ഹോർമോൺ കൂടെ റിലീസ് ചെയ്യുമ്പോൾ ഈ സമയത്ത് എപ്പോഴും ഗ്രോത്ത് ഹോർമോൺ കൂടെ റിലാക്സേഷൻ കൂടുതൽ വരുന്നത്. ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നതും ബോഡിയുടെ എനർജി റീസ്റ്റോർ ചെയ്യുന്ന സമയം സ്റ്റേജ് 3 NREM ആണ്. ക്ലിയർ ആയോ? NREM ക്ലിയർ ആയി? NREM വരെ ക്ലിയർ ആയി? NREM സ്ലീപ്പ് വരെ ക്ലിയർ ആയി? NREM സ്ലീപ്പ് ക്ലിയർ ആയി എല്ലാവർക്കും? ഇവിടെ അല്ലേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മസിൽ റിലാക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം റീസ്റ്റോർ ചെയ്യുന്നുണ്ടോ? ഇമ്മ്യൂൺ സിസ്റ്റം കൂടെ റീസ്റ്റോർ ചെയ്യുന്നുണ്ടോ? ഇമ്മ്യൂൺ സിസ്റ്റം കൂടെ റീസ്റ്റോറേഷൻ വരുന്നുണ്ടോ? ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടെ റീസ്റ്റോറേഷൻ വരുന്ന ഫേസ് ഇതല്ലേ? അല്ലെ? ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടെ റീസ്റ്റോറേഷൻ വരുന്ന ഫേസ് ഇതല്ലേ? സ്റ്റേജ് 3 അല്ലേ? ബോഡിയുടെ മസിൽ റിലാക്സ് ചെയ്യുന്നു, റിക്കവർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഫേസ് ഇതല്ലേ? അതുകൊണ്ടല്ലേ പണ്ട് തൊട്ട് പറയുന്നത് എക്സാമിന്റെ തലേദിവസം രാത്രി ഇരുന്ന് പഠിക്കലെന്ന് പറഞ്ഞപ്പോഴാണ്.
പണ്ട് തൊട്ട് പറയുന്നുണ്ട്, എക്സാമിന്റെ തലേദിവസം രാത്രി ഇരുന്ന് പഠിക്കരുത് എന്ന് പറയുന്ന കാരണം ഇതാണ്. ആണോ? ആണോ? എക്സാമിന്റെ തലേദിവസം രാത്രി ഇന്ന് ഉറങ്ങാതിരുന്ന് പഠിക്കരുത് എന്ന് പൂർവികർ പറയുന്ന കാരണം ഇതാണോ? അവിടെ ഉറങ്ങാതിരുന്നാൽ റീസ്റ്റോറേഷൻ ഉണ്ടോ? ഉറങ്ങാതിരുന്നാൽ റീസ്റ്റോറേഷൻ ഉണ്ടോ? ഇല്ല. ശരിയല്ലേ? ഉറങ്ങാതിരുന്നാൽ റീസ്റ്റോറേഷൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ പറയുന്നത് എക്സാമിന്റെ തലേദിവസം രാത്രി ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കരുത് എന്ന് പറഞ്ഞ കാരണം മനസ്സിലായോ? അത് എക്സാമിന്റെ തലേദിവസം. ഇപ്പൊ ഇരിക്കാം. ഇപ്പൊ ഇരിക്കും കേട്ടോ, കുഴപ്പമില്ല. ഇപ്പൊ ഇരിക്കും. അത് സാറ് പറഞ്ഞു ഉറക്കം കളയരുത്, പറഞ്ഞേ കേൾക്കണം. ഞാൻ എന്തും കേൾക്കും സാർ. ആ പറഞ്ഞിട്ട് നല്ല കാര്യമാണ്. സാറ് പറഞ്ഞു ഉറക്കം കളഞ്ഞ് പഠിക്കാതിരിക്കരുത്. അത് കേക്കോ രാത്രി ഇപ്പോ ഈ സമയത്ത് പറഞ്ഞാൽ പിന്നെ മാറ്റമില്ല. പറഞ്ഞ പോലെ ഞാൻ കേൾക്കും. പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കും. രാത്രി ഉറങ്ങാൻ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കും. കേൾക്കുവാണെങ്കിൽ ഇതാണ് സിമ്പിൾ. ഇതാണ്. അത് ഉറങ്ങോടെ. എവിടെ ഉറക്കം മാത്രമേ ഉള്ളൂ. സോ ഇത് എല്ലാരും കിട്ടിയോ? സോ ദ NRM കിട്ടിയോ? NRM ക്ലിയർ ആയി. NRM സ്ലീപ്പ് ക്ലിയർ ആയി. സോ നെക്സ്റ്റ് വൺ ഇസ് REM സ്ലീപ്പ്. REMന്റെ ഫുൾ ഫോം എന്താ? ഇത് NRM കിട്ടിയെങ്കിൽ REM സ്ലീപ്പിന്റെ ഫുൾ ഫോം എന്താ? റാപ്പിഡ് ഐ മൂവ്മെന്റ് അല്ലേ? റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. REM ഫുൾ ഫോം എന്താ? റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നോ പാരഡോക്സിക്കൽ സ്ലീപ്പ്. മറക്കരുത്, പേര് ചോദിക്കും. പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നും കൂടെ പറയാറുണ്ട്. വേറെ പേരുണ്ട്. ഡി സ്ലീപ്പ്. ഡി എന്ന് പറയുന്നത് എന്താ? ഡി സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഡി സിങ്ക്രണൈസ് സ്ലീപ്പ് അല്ലേ? ഡി സ്ലീപ്പ് എന്ന് പറയുന്നത് അത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ബുക്കുകളിലെ ഞാൻ ഈ ഇടയായിട്ട് കണ്ടുവന്ന കാര്യമാണ്. പാരഡോക്സിക്കൽ പണ്ടുണ്ട്. ഡി സിങ്ക്രണൈസ് സ്ലീപ്പ് എന്നും കൂടി ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. സംഭവം എങ്ങനെ ഇരിക്കും? REM സ്ലീപ്പ് എങ്ങനെ ആയിരിക്കും? ഷോർട്ടാണോ? REM സ്ലീപ്പ് ഇപ്പൊ എങ്ങനെ ആയിരിക്കും? ഓരോ 90 മുതൽ ഒരു 120 മിനിറ്റ് വരെ അല്ലേ? 90 മിനിറ്റ് മുതൽ 120 മിനിറ്റ് അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 90 മിനിറ്റോളം ഉറക്കമല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ 90 മിനിറ്റ് ഉറക്കം. REM സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാ? 90 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് പ്രത്യേകം എന്താ? എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് പെട്ടെന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് ചാടി എഴുതിയിട്ടുണ്ടോ? സ്ലീപ്പ് ഒരു 5-30 നിമിഷം വരെ, ഒരു 5-30 മിനിറ്റ് വരെ നിൽക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒരു മണിക്കൂറോളം ഉറങ്ങിയിട്ട് 5 മിനിറ്റ് ചാടി അടിക്കാറുണ്ടോ ആരെങ്കിലും? ഉണ്ട്. അപ്പൊ ഇത് REM അല്ലേ? ഒരു മണിക്കൂറോളം ഉറങ്ങിയിട്ട് ചാടി പെട്ടെന്ന് 5 മിനിറ്റ് ഇരിക്കും, പിന്നെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു മണിക്കൂർ ഉറങ്ങിയ ശേഷം ചാടി 5 മിനിറ്റ് ഇരിക്കും, പിന്നെ ഉറങ്ങും. ഒന്നുകൂടെ ഒരു ചോദ്യമായത്. കാരണം ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ REMന്റെ മറ്റൊരു പേരെന്താ? പാരഡോക്സിക്കൽ സ്ലീപ്പ്. ഒരിക്കലും മറക്കരുത്, പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഡി സിങ്ക്രണൈസ് സ്ലീപ്പ് എന്നും പറയാറുണ്ട്. എന്താ പ്രത്യേകം എന്താ? ഇവിടെ എന്താ സംഭവം എന്താ? നമ്മുടെ എല്ലാം ബ്രെയിൻ ഹൈലി ആക്റ്റീവ് അല്ലേ? ചുമ്മാ പറയണേ, നിങ്ങളുടെ എല്ലാം ബ്രെയിൻ ഹൈലി ആക്റ്റീവ് അല്ലേ? ആണോടെ? എല്ലാവരും ബ്രെയിൻ ഹൈലി ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണോ? സത്യം പറയും, കേൾക്കട്ടെ. ബ്രെയിൻ ഹൈലി ആക്റ്റീവ് ആണോ? ആണോ അല്ലയോ? കമന്റ് നോക്കട്ടെ. എല്ലാവരും ബ്രെയിൻ ഹൈലി ആക്റ്റീവ് ആണോ? അതോ ഒരു ഉപയോഗമില്ലേ? ഉപയോഗമുണ്ടോ? സോ REMനകത്ത് എന്താ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്? ഒരു ബ്രെയിൻ ഹൈലി ആക്റ്റീവ് ആണോ? REM എന്ന് പറയുമ്പോൾ ഈ സ്റ്റേജിൽ ബ്രെയിൻ ഹൈലി ആക്റ്റീവ് ആണോ? ബ്രെയിനിന്റെ ആക്ടിവിറ്റി കൂടുതലാണോ? REM സ്ലീപ്പിനകത്ത് ബ്രെയിനിന്റെ ആക്ടിവിറ്റി കൂടുതലാണോ?
ആണല്ലേ? ആണോടെ? ഹൈലി ആക്റ്റീവ് അല്ലേ? REM എന്താ ബ്രെയിനിന്റെ ഹൈ ആവും. മാത്രമല്ല ബ്രെയിനിന്റെ മെറ്റബോളിസം കൂടെ കുറയും. മെറ്റബോളിസം ബ്രെയിനിന്റെ മെറ്റബോളിസം 20% ബ്രെയിനിന്റെ മെറ്റബോളിസം കൂടും. ഈ സമയം എന്ത് ചെയ്യും? ബ്രെയിനിന് നമുക്ക് എന്തോ സംഭവിക്കണം. സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണുന്നുണ്ടോ? ബ്രെയിനിന്റെ മെറ്റബോളിസം കൂടുന്ന സമയത്ത് ഡ്രീമിംഗ് സ്റ്റേജ് ഉണ്ടാവുന്നതാണോ? ബ്രെയിനിന്റെ മെറ്റബോളിസം കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീമിംഗ് സ്വപ്നം. എന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടി, ഞാൻ പാസ്സായി. ഞാൻ ഇപ്പൊ പാസ്സായി കഴിഞ്ഞു. ആ പോസ്റ്റ്മാൻ എന്നെ വിളിച്ചു പറഞ്ഞു വന്നിട്ടുണ്ട്, ഞാൻ പാസ്സായി. ഉണ്ടറിയുണ്ടോ? ആ പോസ്റ്റ്മാൻ ആ ലെറ്ററും കൊണ്ടുവന്നു, ജോയിൻ ലെറ്റർ. അടുത്ത ദിവസം പാസ്സാവും, അവിടെ ജോയിൻ ചെയ്യണം. ഞാൻ പോകും. ആരും സ്വപ്നം ഉണ്ടാണെങ്കിലും, ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉണ്ടാണെങ്കിലും ആ ലെറ്റർ അച്ഛന്റെ അമ്മയുടെ കൈ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്നു. കാലിൽ തൊട്ടില്ലെങ്കിലും തൊട്ട പോലെ നോക്കി ഞാൻ കൈ കൊടുത്തു, അനുഗ്രഹം മേടിച്ചു. കൂട്ടുകാർക്ക് എന്താണ് ചെലവുകൾ ചെയ്തു കൊടുത്തു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സത്യം കണ്ടോ? പറഞ്ഞേ. എന്റെ ജോയിൻ ലെറ്റർ വന്നു, അച്ഛന്റെയും അമ്മയുടെ കൈ കൊടുത്ത് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. ഞാൻ നേടിയെടുത്ത് കഴിച്ചു. ഇനിയൊന്നും ബാക്കിയില്ല. ഉള്ള ജോലി റിസൈൻ ചെയ്തു. ഓണക്കി പോട്ടല്ലേ. കൂട്ടുകാരകളിൽ ലാവിഷ ട്രീറ്റ് എടുക്കുന്നു. എപ്പോഴും അലച്ചുണ്ടായിരിക്കില്ല. അലച്ചുണ്ടോ? ഇനി ആലോചിക്കുമ്പോഴേ കിട്ടും ശമ്പളത്തിന്റെ പകുതി എനിക്ക് കൂടെ തരുന്ന ആലോചിക്കും കേട്ടോ. ഫസ്റ്റ് മാസം ശമ്പളത്തിന്റെ പകുതി സാറിന് അയച്ചു കൊടുത്ത് കഴിഞ്ഞു എന്ന് ആലോചിക്കും കേട്ടോ. ഫസ്റ്റ് സാലറിയുടെ പകുതി സാറിന് കൂടെ അയച്ചു കൊടുത്ത് കഴിഞ്ഞു എന്ന് കൂടെ ആലോചിക്കും കേട്ടോ. സ്വപ്നത്തിൽ ഡ്രീം സ്റ്റൈൽ ഫസ്റ്റ് സാലറിയുടെ സാറിനൂടെ കൊടുത്ത് കഴിഞ്ഞു എന്നുകൂടെ ആലോചിക്കാരെങ്കിലും. അത് മാത്രം ആലോചിക്കുമാരെങ്കിലും. പകുതി മാത്രം കൊടുത്താൽ മതി, ബാക്കി എനിക്ക് വേണം അല്ലേ? പകുതി മാത്രം കൊടുത്താൽ മതി. അയച്ചു കൊടുത്തു കഴിഞ്ഞു. ഞാൻ പഠിപ്പിക്കാതെ സ്ലീപ്പല്ലേ, സ്വപ്നമല്ലേ? ഞാൻ പഠിപ്പിക്കുമ്പോ സ്ലീപ്പ് പോലെയല്ലേ പറയുന്നത്. സ്ലീപ്പ് ഉണ്ടാകുന്ന സ്വപ്നം പോലെ പറയുന്നില്ലേ? അത് യാഥാർത്ഥ്യമാക്കണ്ടേ? ഞാൻ ഓരോ ടോപ്പിക് പഠിപ്പിക്കും അതുപോലെ. സൈക്യാട്രി പഠിപ്പിക്കുമ്പോൾ ഒരു പ്രാർത്ഥന പോലെയല്ലേ? സ്ലീപ്പ് പഠിപ്പിക്കുമ്പോൾ ഉറക്കത്തിന്റെ കാര്യം പറയുന്നത്. അത് യാഥാർത്ഥ്യമാക്കോ? സത്യമാകട്ടെ അല്ലേ? ഈ നിമിഷം സത്യമാകട്ടെ. നോക്കട്ടെ ആരൊക്കെ അയച്ചിരുന്നു. ചില സമയം സത്യമാവും. സോ ഡ്രീമിങ് ഉണ്ടാവുന്നത് REM-നകത്താണോ NREM-നകത്താണോ? ഡ്രീമിങ് ഉണ്ടാവുന്നത് REM-നകത്താണോ NREM-നകത്താണോ? ഡ്രീമിങ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ബോഡിക്കകത്ത്? അസറ്റൈൽ കോളിനും ഡോപ്പമിൻ ഉണ്ടെങ്കിലും സെക്രീഷനും അസറ്റൈൽ കോളിനും ഡോപ്പമിൻ ഉണ്ടാകുകയും അതാണ് എപ്പോഴും ഡ്രീമിങ് ഉണ്ടാക്കുന്ന. അറിയാമോ? അസറ്റൈൽ കോളിന്റെ സെക്രീഷനും ഡോപ്പമിൻ സെക്രീഷനും എപ്പോഴും ഡ്രീമിങ് ഉണ്ടാക്കാൻ സാധ്യത അറിയാമോ? അസറ്റൈൽ കോളിലും ഡോപ്പമിന്റെ ഇൻക്രീസ് കൂടുന്നതോടെ എപ്പോഴും ഡ്രീമിങ് ഉണ്ടാക്കാൻ സാധിക്കും. മറക്കരുത്. സ്ലീപ്പിൽ ഡ്രീമിങ് ഉണ്ടാകാൻ സാധ്യത REM എന്ന കാര്യം മറക്കരുത്. സോ ഉത്തരം കിട്ടിയോ? എവിടെ എപ്പോഴും ഡ്യൂറേഷൻ എത്രയായിരിക്കും? ഡ്യൂറേഷൻ എത്രയായിരിക്കും? ഏകദേശം എത്രയായിരിക്കും? ഒരു 90 മുതൽ എത്രയായിരിക്കും ഇവിടെ? REM എത്രയാ? ഒരു 90 മുതൽ 120 അല്ലേ? 120 പറഞ്ഞതാണ്. REM എന്ന് പറയുമ്പോൾ 90 മുതൽ 120 അല്ലേ? സ്റ്റേജ് 1 ആണെങ്കിൽ 20-30 നിമിഷം അല്ലേ? സ്റ്റേജ് 1 ആണെങ്കിൽ 20 മുതൽ 30 നിമിഷം അല്ലേ? സ്റ്റേജ് 1 ആണെങ്കിൽ 20 മുതൽ 30 നിമിഷം അല്ലേ? ആണ്. സ്റ്റേജ് 3 ആണെങ്കിലോ 1ഉം 2ഉം 20-30 ആണ്. 3 ആണെങ്കിൽ 30-50 അല്ലേ? 3 ആണെങ്കിൽ 30 മുതൽ 50. ഇവിടെ REM ആണെങ്കിലോ? REM എത്രയാ? REM ആണെങ്കിൽ
90 മിനിറ്റ്സ് അല്ലേ? 90 മിനിറ്റ്സ് കിട്ടി. ഇത്ര കിട്ടിയോ? ഇത്ര കിട്ടിയോ? ഇത്രയും കിട്ടിയോ? ഇതുവരെ പറഞ്ഞ കിട്ടിയോ? അടുത്ത പഠിക്കുന്നത് സ്ലീപ്പ് സൈക്കിൾ. നെക്സ്റ്റ് ഹെഡിങ് കിട്ടും സ്ലീപ്പ് സൈക്കിൾ. സ്ലീപ്പ് സൈക്കിൾ. ഒരു 5 ബ്രേക്ക് കിട്ടെ. അടുത്ത ചാപ്റ്റർ പഠിക്കുന്നത് 5 ബ്രേക്ക് കിട്ടെ. 5 നിമിഷം ബ്രേക്ക് കിട്ടെ. സ്ലീപ്പ് സൈക്കിൾ എന്ന ചാപ്റ്ററിലോട്ട് പോകുന്നുമ്പേ 5 നിമിഷം ബ്രേക്ക് കിട്ടെ. സമയം 10:31, 10:36 വരെ ബ്രേക്ക്. ഓടിപ്പോയി വെള്ളം കുടിച്ച് കിടന്ന് ഉറങ്ങരുത്, ഓടി വരണം കേട്ടോ. കിടന്ന് ഉറങ്ങരുത്, ഓടി വരണം. ഉറങ്ങരുത്, ഓടിപ്പെട്ടു.
സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? ടീമസ് ഇറങ്ങിയാലും ഇപ്പോൾ RR എക്സാം ഉണ്ടോ? RR എക്സാം ഉണ്ടോ ഇറങ്ങിയില്ല? RR എക്സാംസ് ഉണ്ടോ ഇറങ്ങിയില്ല? ഈ പറഞ്ഞ എവിടെ സെന്റർ എവിടെ? സെന്റർ എവിടെ? കൊല്ലം, എറണാകുളം. സെന്റർ എവിടെ? എല്ലാം കൊല്ലം എവിടെ? എല്ലാം കൊല്ലം. എല്ലാം പെൺകുട്ടികൾ സ്കൂൾ കൊല്ലമാണല്ലോ. പറഞ്ഞാലോ കൊല്ലം. മിക്കവാറും എല്ലാ പെൺകുട്ടി ഈ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലുള്ള മിക്കവാറും കൊല്ലോ. എറണാകുളം, ഭാഗ്യം തിരുവനന്തപുരം കിട്ടി. ശരണ്യ, ഭാഗ്യം. വേറെ ആരും ഉണ്ടോ? ഉണ്ടോ? ആരൊക്കെയുണ്ടോ? ഷുവറിനോ? അവിടെ പോയിട്ട് അറിയാവുന്ന ഇന്ന് മെഡ്സ് ഇതിൽ പറഞ്ഞ നമ്മുടെ നഴ്സിംഗ് സബ്ജക്റ്റിൽ എഴുതുമല്ലോ. അറിയാവുന്ന എല്ലാ നഴ്സ് സബ്ജക്ട് എഴുതുമല്ലോ. അറിയാവുന്ന എല്ലാ നഴ്സിംഗും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അറിഞ്ഞുകൂടാത്ത ഒരു നോൺ നഴ്സിംഗ് സബ്ജക്റ്റും തൊടാൻ നിൽക്കരുത്. അറിയാന്നുള്ള എല്ലാ നഴ്സിംഗ് സബ്ജക്റ്റും കൃത്യമായി എഴുതുക. ഓക്കെ? അല്ലാതെ ചോറുണ്ട്. പിന്നെ ഇപ്പൊ ID കാർഡിലും കൊണ്ടുപോകണം കേട്ടോ. ആധാറും പാൻ കാർഡും എല്ലാം കൊണ്ടുപോകല്ലോ. കഴിഞ്ഞ വർഷം നന്നായിട്ട് പഠിക്കുട്ടിയാണ്. പക്ഷെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് കേട്ടോ. ഇത് കോപ്പിയിൽ ലാമിനേറ്റ് വെച്ചു, ഇത് ഒറിജിനൽ ലാമിനേറ്റ് വെച്ചു. രണ്ടും തമ്മിൽ അതിന്റെ ബാക്ക് നോക്കാതെ പോയി. അവിടെ പോയപ്പോ സമ്മതിച്ചില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യ സമയത്ത് ഒറിജിനൽ ലാമിനേറ്റ് വെച്ചു, കോപ്പിയിൽ ലാമിനേറ്റ് വെച്ചു. പക്ഷെ സ്പീഡിൽ എടുത്തുള്ള സമയത്ത് രണ്ടും നോക്കാതെ വിട്ടുപോയി. റിജക്ട് ചെയ്യൂലേ? റിജക്ട് ചെയ്യുമില്ലേ? അവിടെ ഇന്ന് കോപ്പി കൊണ്ടുപോയാൽ മതിയോ? ഒരു എക്സാമിനും ഒരു ID കാർഡും ഇത് കോപ്പി കൊണ്ടുപോയി കേട്ടോ. ID കാർഡിന്റെയും കോപ്പി കൊണ്ടുപോകാൻ നിൽക്കരുത്. മാത്രമല്ല, സ്ഥിരം എഴുതുന്ന പേനയല്ലേ, സ്ഥിരം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന കൊണ്ടുപോകണം. അല്ല പുതിയൊരു പേന വാങ്ങിച്ചോണ്ട് പോകണമെങ്കിലും ഇതല്ല നമ്മൾ കേരള PC പറയാണ്. പുതിയൊരു പേന വാങ്ങിച്ചോണ്ട് പോകാനെങ്കിൽ ഒരു പുതിയ ആരെങ്കിലും ഒരു പേന വാങ്ങിച്ചോണ്ട് പോലെ ഒരു എക്സാം സമയത്ത് ഒരു പുതിയ പണ്ട് 10ാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, +2 കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ കേരള PC എക്സാമിൽ ഒരു പുതിയ പേന വാങ്ങിച്ചു കൊണ്ട് പോകുമാരെങ്കിലും, സത്യം പറയും, കേരള PC എക്സാമിൽ പുതിയ പേന വെച്ചിട്ടുണ്ടെങ്കിലും അമ്പലത്തിൽ പോയിച്ച് പള്ളിയിൽ പോയിച്ച് പോകുമായിരുന്നു. ഇനി പോകരുത്. ഇതുവരെ പോയിട്ടുണ്ടെങ്കിൽ ഇനി പോകരുത്. ഇതുവരെ കേരള PC എക്സാമിൽ പുതിയ പേന വാങ്ങിച്ച് രാവിലെ അമ്പലത്തിലും പള്ളിയിലും പൂജിച്ച് കൊണ്ടുപോകരുത്. സ്ഥിരമായിട്ട് എഴുതുന്ന പേന മാത്രമേ കൊണ്ടുപോകാവൂ. കഴിഞ്ഞ ഒരു മാസം എഴുതുന്ന പേന, ലാസ്റ്റ് മാസം എഴുതുന്ന ഒരു പേന, ജെൽ പെൻ അല്ല, നോർമൽ പെൻ, ഏതാ ശരി, 2 ആയിക്കോട്ടെ, 2 രൂപ ആയിക്കോട്ടെ, 5 രൂപ ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, ഇത് ജെല്ലല്ലാത്ത ഏത് പേനയും വാങ്ങിച്ച് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അത് മാത്രമേ കൊണ്ടുപോകട്ടോ. അത് മാത്രം എന്റെ അനുഭവം കൊണ്ട് പറയുക. ഒരുപാട് കാണാറുണ്ട്, രാവിലെ പോകുമ്പോ പുതിയ പേന വാങ്ങിച്ചു. ശരിയല്ലേ? എപ്പോഴും ചെയ്യുന്ന കരുതല്ലേ? എപ്പോഴും ചെയ്യുന്ന കാര്യം രാവിലെ പോകുമ്പോൾ ഒരു പുതിയ പേന വാങ്ങിക്കും. 1, 2, 3, 4, 5 വാങ്ങിക്കാറുണ്ട്. അല്ലേ? 5 പേന വാങ്ങിക്കാറുണ്ട്. ഒന്ന് പോയാൽ അടുത്തൊന്ന്, അതുപോലെ അടുത്തൊന്ന്, 2, 3 വാങ്ങിക്കാറുണ്ട്. ചെയ്യരുത്. ഒരേ ടൈപ്പ് പേന, ഒരേ സെയിം പേന തന്നെ ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ എഴുതാനും മാർക്ക് ചെയ്യാനും ബബിൾ ചെയ്യാനും ഇപ്പോഴേ വാങ്ങിച്ച് ചെയ്യാറുള്ളൂ. ചെയ്യുമോ? ഒരേ പേന, ഏത് കമ്പനി ആയിക്കോട്ടെ, 5 ആയാലും 2 രൂപ ശരി. 2 രൂപ പേന ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ 2 അല്ല, 3 രൂപ പേന.
ഇത് 3 രൂപ പേന എപ്പോഴും യൂസ് ചെയ്യട്ടോ. ഇത് 3 രൂപ പേന ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് നല്ല പേനയാണ്. ഞാൻ ഇപ്പോഴും എപ്പോഴും യൂസ് ചെയ്ത പേന இந்த 3 രൂപ പേനല്ലേ? എവിടെ കാണാനില്ലല്ലോ. അറിയാം ആർക്കെങ്കിലും? അറിയാം ആർക്കെങ്കിലും? ഈ പറഞ്ഞ ഇത് 3 രൂപ പേന, 3 രൂപ പേന 3-4 രൂപ. അത് ഒരുമിച്ച് വെച്ചാൽ ഇപ്പം 3 രൂപ കേട്ടോ. അത് ഒരുമിച്ച് ബൾക്കായിട്ട് വെച്ചാൽ 3 രൂപ. അത് ഒരുമിച്ച് ബൾക്കായിട്ട് വെച്ചാൽ 3 രൂപ കേട്ടോ. ഞാൻ ബൾക്കായിട്ട് വാങ്ങിയത് ഇപ്പോൾ. ഞാൻ എഴുതാൻ വേണ്ടി ഇപ്പോൾ ബൾക്കായിട്ട് വാങ്ങിയത്. അത് 3 രൂപ. അതുപോലത്തെ പേന വാങ്ങിച്ച് ഇപ്പോഴും യൂസ് ചെയ്യാറ്. ഏതുണ്ടോ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ അയച്ചിരുന്നത് OMR അത് പൊന്നിന്റെ അടുത്ത് എല്ലാ ക്വസ്റ്റ്യനും തെറ്റായ ശരി ബബിൾ ചെയ്ത് പോവുക. ബബിൾ ചെയ്ത് ആ റൗണ്ട് കൃത്യം പോക്കുമല്ലോ. അത് ബബിൾ ചെയ്ത റൗണ്ട് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. പ്രാക്ടീസ് ചെയ്യോ. ചെയ്യുന്നുണ്ട് എല്ലാവരും. ആർക്കെങ്കിലും ഇത് OMR-ഉം ക്വസ്റ്റ്യൻ സീരീസ് വേണമെങ്കിൽ മെസ്സേജ് അയക്കുക. OMR-ഉം ക്വസ്റ്റ്യൻ സീരീസും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാലും ഇപ്പോഴേ തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ബബിളിൽ സ്പീഡ് ആക്കണം. തെറ്റിയാലും കുഴപ്പമില്ല. ബബിളിൽ സ്പീഡാക്കണം. ബാക്കിയുള്ള കുട്ടികളെക്കാട്ടിലും ഏറ്റവും മുന്നിലോട്ട് ബബിളിംഗ് സ്പീഡാക്കണം. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം കണ്ടെത്തുമ്പോൾ ആ ബബിളിംഗ് സ്പീഡാക്കണം. കാരണം എല്ലാവരും ചെയ്യാത്ത കാര്യമില്ലത്. 95% കുട്ടികൾ ചെയ്യാത്ത കരുതത്. OMR അടുത്ത് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ഇപ്പോഴേ ആരും ബബിൾ ചെയ്യില്ലല്ലോടെ. ആരും ഓരോ ചെയ്യുമായിരിക്കും. അറിയാം ആർക്കെങ്കിലും? അറിയാമോ ആർക്കെങ്കിലും? നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഇപ്പോഴേ OMR-ൽ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ഉണ്ടോ? ഇല്ലല്ലോ, ഒരാളും ഇല്ലല്ലോ. OMR-ൽ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടോ നിങ്ങൾ ഫ്രണ്ട്സ്? ഇല്ലല്ലോ. OMR-ൽ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചെയ്യണ്ടേ? ചെയ്യണ്ടേ. ഞാൻ 41 ക്വസ്റ്റ്യൻ സീരീസ് അയച്ചു. 41ഓളം ക്വസ്റ്റ്യൻ അയച്ചു തന്നു. രാത്രിയും പകലുമായിട്ട് സമയം നോക്കി അറിയാം അല്ലെ? 3 മണിക്ക് 4 മണിക്ക് അയച്ചു തരാറുണ്ട്. അത് ചെയ്യാം. ഇനി ചെയ്യണം. ഇതുപോലെ ചെയ്തില്ലെങ്കിൽ സമയമായി ചെയ്യണം. ഒരു മാസം കറക്റ്റ് 100 സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ 1 മാസം 30 ദിവസം 100 സെറ്റ് അയച്ചു തന്ന് ചെയ്യാൻ പറ്റും. 100 സെറ്റ് ക്വസ്റ്റ്യൻ അയച്ചു തരാം. 100 സെറ്റ് വരാൻ പോകുന്ന എക്സാമിനുള്ള കേരള PC എക്സാം ഉള്ള കേരള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ മെഡിക്കലുള്ള ആൾക്കാർ ചെയ്ത ക്വസ്റ്റ്യൻസ് അയച്ചു ചെയ്യുമോ? 100 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ സീരീസ് അയച്ചതിൽ OMR മാർക്ക് ചെയ്ത് എനിക്ക് അയച്ചു തരും. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ആൾക്കാർ 100 സെറ്റ് ക്വസ്റ്റ്യൻസ് ഒരാഴ്ചക്കകത്ത് ഞാൻ അയച്ചു തന്നാൽ മാർക്ക് ചെയ്ത് എനിക്ക് അയച്ചു തരും. തെറ്റായാലും ശരിയായാലും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ ക്ലാസ് തുടങ്ങി പറഞ്ഞു സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞില്ലേ? സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങാൻ പോകുന്ന കാര്യം അതാണ്. മനസ്സിലായല്ലോ? എന്താണ് മനസ്സിലായത്? OMR-ന് വേണ്ടിയാണ്. OMR സ്റ്റഡീസിന് വേണ്ടിയാണ്. OMR നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണ്ടേ? വേണ്ടേ? OMR എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പിക്കണ്ടേ? തിയറിയോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പിൽ തിയറി, അടുത്ത ഗ്രൂപ്പിൽ OMR. ഒരു ഗ്രൂപ്പിൽ തിയറി ക്ലാസ്, അടുത്ത ഗ്രൂപ്പിൽ ഈ പറഞ്ഞ OMR-നെ കുറിച്ച് പറഞ്ഞു തന്ന് സ്പീഡാക്കണ്ടേ? ക്വസ്റ്റ്യൻ കാണുന്നു, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ കണ്ടു, ഇത് 4 ഓപ്ഷൻ കണ്ടു, ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ബാക്കി 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ചകപ്രായ OMR നോർമൽ ആണെങ്കിൽ ഇരുന്ന് ബബിൾ ചെയ്യല്ലേ? റൗണ്ട് പുറത്തു പോകാതെ സാധാരണ കുട്ടിയാണെങ്കിൽ ചേർന്നില്ലേ? നോർമൽ ഒരു കുട്ടിയാണെങ്കിൽ ആ റൗണ്ടിന്റെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി സമയം എടുക്കാറില്ലേ? സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ അയച്ചോക്കെ ആ ബബിളിൽ നിന്നും റൗണ്ട് പുറത്തു പോകാതിരുന്ന് ബബിൾ ചെയ്യില്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പോകാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യൻ അറിയാം, 10 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ അറിയാം. ഒരെണ്ണമെങ്കിൽ ശരിയാക്കണം. പുറത്തു പോകാൻ പാടില്ല. കിട്ടിയാലോ മാർക്ക് ചെയ്തിരിക്കണം. അതേസമയം കണ്ടിന്യൂസ് പ്രാക്ടീസ് തരണം. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചറപറ ബൗൾ ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസ് സ്പീഡിൽ ബൗൾ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് തരണം. സ്പീഡിൽ ഒരാളെ കൊണ്ട് ബൗൾ ചെയ്യാൻ പറ്റും.
കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് കാരണം കുറെ കൊണ്ട് സ്പീഡിലായിട്ട് ബബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് ഇന്ന് തിയറി ക്ലാസ്സിനോടൊപ്പം ഈ വരുന്ന വ്യാഴാഴ്ച തൊട്ട്, അടുത്ത വ്യാഴാഴ്ച തൊട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പിലോട്ടാക്കി നിങ്ങൾ എല്ലാവരും OMR കുറച്ച് ട്രെയിനിങ് ചെയ്യുക കേട്ടോ. സെപ്പറേറ്റ് ഗ്രൂപ്പിൽ இந்த തിയറി ക്ലാസ് സെപ്പറേറ്റ്, OMR ട്രെയിൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് നിങ്ങൾ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കും. കാരണം എന്റെ ജോലി അതും കൂടെ ഇല്ലേ, എന്റെ ജോലി അതും കൂടെ ഉണ്ട്. ഈ എക്സാം ഉണ്ട് 75 മിനിറ്റ്സ് ആണോ? എക്സാമിന് 75 മിനിറ്റിലേ ഉള്ളത്. 75 മിനിറ്റിൽ എക്സാം ഉള്ളത് അല്ലേ? നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്ന നിമിഷം അതല്ലേ? ലൈഫ് നന്നായിരിക്കണോ അല്ലാതിരിക്കണോ തീരുമാനിക്കുന്ന നിമിഷം 75 നിമിഷം അല്ലേ? 75 മിനിറ്റ്സ് അല്ലേ? ആ 75 നിമിഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരും. എന്ത് ചെയ്യണം? എക്സാം ഈസി ആയാലും എക്സാം മീഡിയം ആയാലും ടഫ് ആയാലും എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞുതരും. ഞാൻ കൂടെ ഉണ്ടാകും. വിശ്വാസമില്ലേ? ഉണ്ടോ? കാരണം ഞാനിവിടെ തിയറി മാത്രമല്ല പഠിപ്പിക്കുക. തിയറി മാത്രമല്ല പഠിപ്പിക്കുക, ശരിയല്ലേ? എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും പറയാതെ തിയറി പറഞ്ഞു വെക്കൂടെ? ഒരു നിമിഷം ആവശ്യക്ക് 10:51 തിയറി പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഉറങ്ങിക്കൂടെ? 10:51 തിയറി കംപ്ലീറ്റ് ചെയ്ത് ഉറങ്ങിക്കൂടെ? തിയറി കംപ്ലീറ്റ് ചെയ്ത് എന്റെ ജോലി കൂടെ? ഒരു നിമിഷം ആലോചിച്ചാൽ മതി. 10:51 തിയറി കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പൊട്ടിക്കൂടെ? പോകില്ല, ശരിയല്ലേ? എന്റെ കംപ്ലീറ്റ് എഫോർട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാണ് പഠിക്കുക. കേട്ടോ, സ്ലീപ്പ് സൈക്കിൾ കേട്ടോ, സ്ലീപ്പ് സൈക്കിൾ എത്രയുണ്ട്? ഈ ആയിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ എത്ര സമയമുണ്ട്? ഓരോ സ്ലീപ്പ് സൈക്കിളും എത്ര സമയമുണ്ട്? ഓരോ സ്ലീപ്പ് സൈക്കിളും എത്ര സമയമുണ്ട്? ഏകദേശം 90 മുതൽ 120 നിമിഷം. പക്ഷേ ഓരോ സ്ലീപ്പ് സൈക്കിളും ഏകദേശം 90 മുതൽ 120 നിമിഷമാണ്. മറക്കരുത്, ഓരോ സ്ലീപ്പ് സൈക്കിൾ ഏകദേശം 120 നിമിഷമാണ് ഓരോ സ്ലീപ്പ് സൈക്കിളും. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലീപ്പ് എത്രയുണ്ട്? അതിൽ ഫസ്റ്റും സെക്കൻഡും ഏകദേശം എത്രയുണ്ട്? 20 മുതൽ 30 നിമിഷം. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഏകദേശം 20 മുതൽ 30 നിമിഷം വരെ ഉണ്ട്. പക്ഷേ സ്റ്റേജ് 3 ആകുമ്പോഴേക്ക് ശേഷം 30 മുതൽ 50 നിമിഷം വരെ. സ്റ്റേജ് 3 ആകുമ്പോൾ എപ്പോഴും സമയം കൂടിക്കൂടി 30 മുതൽ 50 നിമിഷം വരെ എത്തുന്നതും. ശേഷം എന്താ? സ്റ്റേജ് 3യിൽ നിന്ന് നമ്മൾ എപ്പോഴും സ്റ്റേജ് 4ലോട്ട് പോകോ അതോ സ്റ്റേജ് 2ലോട്ട് വരുമോ? സ്റ്റേജ് 3യിൽ നിന്ന് എപ്പോഴും നമ്മൾ സ്റ്റേജ് 2ലോട്ട് വരും, 4ലോട്ട് പോകും. അവിടെ ചോദിക്കാറുണ്ട്. 3യിൽ നിന്ന് 4ലോട്ട് പോകും, 2ലോട്ട് വരും. 3യിൽ നിന്നും 4ലോട്ട് പോകും, 2ലോട്ട് വരും. ബാക്ക് ടു 2ൽ വരികയും പിന്നെ 1 വരും അല്ലേ? ശരിയല്ലേ? തിരിച്ച് കിട്ടിയോ? എന്നറിയോ? കാല് വെറുതെ കാലില്ലേ? ഞാൻ ഒരു കാര്യം ഇപ്പോൾ സ്റ്റഡിയായിട്ട് പറയാനുള്ളത്, ഞാൻ സംസാരിക്കുക എന്താണ്, എന്റെ കാലും കൈ എല്ലാം അനങ്ങ് കേട്ടോ. കാലും കൈയും എല്ലാം അനങ്ങ്. അതുകൊണ്ടാണ് എവിടെ തട്ടിപ്പോകാം കേട്ടോ. കാലും കൈയും ഇല്ലേ, ഓരോ പഠിപ്പിക്കുന്ന പറയും, ഓരോ ടോൺ അനുസരിച്ച് കാലും കൈയൊക്കെ മൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ചോദിക്കട്ടെ, REM സ്ലീപ്പിൽ സ്റ്റേജ് 2ൽ നിന്ന് ഇത് ഉള്ളിട്ട് പോകും, 2ൽ നിന്ന് ഉള്ളിട്ട് പോകും. NREM നിന്ന് 2 വന്നിട്ട് പോവില്ലേ? എത്ര നിമിഷമോ? ഏകദേശം 20 നിമിഷം അല്ലേ? 20 നിമിഷം, ആവറേജ് 20 നിമിഷം അല്ലേ? ഇത് NREM നിന്ന് തിരിച്ച് ഈ പറഞ്ഞ 2ൽ നിന്ന് പോകാറുണ്ടോ? 20 നിമിഷം പോകാറുണ്ട്. ശേഷം REM പോകാറുണ്ടോ? ശേഷം REM ഒരു 10 മുതൽ 30 നിമിഷം വരെ. 10 മുതൽ 30. പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് സ്ലീപ്പ് ആണോ? കണ്ടിന്യൂസ് സ്ലീപ്പ് ആണോ? ആലോചിച്ചു പറയാം.
പറയുക. ചോദ്യം പറയുക, ചോദ്യം വരും. ആദ്യം ഇത് N1 ആണെങ്കിൽ പിന്നെ N2ലോട്ടും പിന്നെ N3ലോട്ടും പിന്നെ N2 അല്ലേ, പിന്നെ N2 അല്ലേ. സ്റ്റേജ് 2-ൽ നിന്നും 3-ൽ നിന്നും പിന്നെ N2ലോട്ടും പിന്നെ N1ലോട്ടും പിന്നെ REM-ലോട്ടും അല്ലേ, പിന്നെ REM-ലോട്ടല്ലേ, ശരിയല്ലേ? REM-ലോട്ടല്ലേ. ചില ആൾക്ക് എപ്പോഴും 6 മുതൽ 7 മണിക്കൂറും 8 മണിക്കൂർ ഉറക്കാറുണ്ടോ? ഈ പറയും ഉറക്കത്തിന് തുടക്കം എന്താ? ഉറക്കത്തെ തുടക്കത്തിൽ എപ്പോഴും N1-ഉം N2-ഉം N3 പിന്നെ N2ലോട്ടും പിന്നെ N1ലോട്ടും പിന്നെ REM പോകുന്നല്ലേ, പിന്നെയാണ് എപ്പോഴും REM-ലോട്ട് എപ്പോഴും പോകുന്നത്. മറക്കരുത്. ചോദ്യം പോലും മറക്കും മറക്കില്ല. ഇനി സ്ലീപ്പ് ഫംഗ്ഷൻ എന്തൊക്കെയാ? സ്ലീപ്പിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? സ്ലീപ്പിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാ? ചോദ്യം കഴിഞ്ഞ എക്സാം പറയാം, ജയിപ്പിച്ചല്ല, കഴിഞ്ഞ ഏതെന്നറിയാം, കഴിഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി എക്സാം അറിയാം, കഴിഞ്ഞ എക്സാം ചോദ്യം ഉറപ്പായ ചോദ്യമാണ്. ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പും ബന്ധപ്പെട്ട എല്ലാ ഡിസീസ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ എന്നറിയാമോ? ഇൻഷുറൻസ് മെഡിക്കലിലെ കഴിഞ്ഞ ഇൻഷുറൻസ് മെഡിക്കൽ എക്സാമിനേഷൻ ചോദിച്ചാണ്. DMയും DHS അല്ല, DMും DHS അല്ല, കഴിഞ്ഞ ഇൻഷുറൻസ് മെഡിക്കൽ എക്സാമിനേഷന് ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പിൽ നിന്നാണ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തൊക്കെ ഫങ്ഷൻ ഉണ്ട്? സ്ലീപ്പിന്റെ ഫങ്ഷൻ എന്തൊക്കെയാ? സ്ലീപ്പിന്റെ ഫങ്ഷൻ കഴിഞ്ഞ ഏകസമാ DME അല്ല, DHS അല്ല, JPC അല്ല, അതെന്താ? ഇൻഷുറൻസ് മെഡിക്കൽ എക്സാമിനേഷൻ ചോദ്യം ഈ ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പിൽ നിന്നാണ് എക്സാമിന് ചോദിച്ചത്. എന്തുകൊണ്ട്? റീസ്റ്റോറേഷൻ ഉണ്ടോ? റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ബോഡിയുടെ റീസ്റ്റോറേഷൻ ഫങ്ഷൻ ആണെങ്കിൽ ഏത് സംബന്ധം? ബ്രെയിനിന്റെ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ലീപ്പാണോ? ബ്രെയിനിന്റെ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്ത സ്ലീപ്പാണോ? നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഉറങ്ങാതിരുന്ന സ്ലീപ്പ് ഇല്ലെങ്കിൽ മെറ്റബോളിസം ശരിയാവില്ല. അപ്പോ സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനിന്റെ മെറ്റബോളിസം ശരിയായ പ്രോസസ് അല്ലേ? ബ്രെയിനിന്റെ മെറ്റബോളിസം ശരിയാക്കുന്ന പ്രോസസ് സ്ലീപ്പ് അല്ലേ? ശരിയല്ലേ? അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്ന പ്രോസസ് അല്ലേ? സ്ലീപ്പ് സമയത്ത് എപ്പോഴും ഗ്രോത്ത് ഹോർമോൺ ബോഡി റിലീസ്, മറക്കരുത്. സ്ലീപ്പ് സമയത്ത് എപ്പോഴും ഗ്രോത്ത് ഹോർമോൺ എപ്പോഴും ബോഡി റിലീസ് ചെയ്യുന്നത്. സ്ലീപ്പ് സമയത്ത് ഓക്സിജൻ കൺസപ്ഷൻ കുറയും. സ്ലീപ്പ് സമയത്ത് ഓക്സിജൻ കൺസപ്ഷൻ കുറയില്ലേ? സ്ലീപ്പ് സമയത്ത് ഓക്സിജൻ കൺസപ്ഷൻ കുറയുകയും ഹാർട്ട് റേറ്റ് കുറയുകയും ചെയ്യാറുണ്ടോ? പക്ഷേ ഇത് മെറ്റബോളിസം കൂടായിരിക്കും അല്ലെ? മെറ്റബോളിസം കൂടോ? സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാം കുറയും, ബോഡിയുടെ റിലാക്സേഷൻ മൈൻഡിലോട്ട് പോവുകയും അതെന്താണ് ആക്റ്റീവ് ചെയ്യും, റീസ്റ്റോറേഷൻ ഫങ്ഷൻ ചെയ്യുകയും ചെയ്യുന്നു. മറക്കരുത്. പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാറുണ്ടോ? സ്ലീപ്പ് സമയത്ത് എപ്പോഴും ബോഡിയിൽ പ്രോട്ടീൻ ചെയ്യുന്നത് സ്ലീപ്പ് സമയത്താണ് എപ്പോഴും ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന സമയം സ്ലീപ്പ് ആണോ? ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന സ്ലീപ്പ് സമയത്താണോ? മറക്ക ചോദിക്കും. ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നവിടെ സ്ലീപ്പ് സമയത്താണ്. ഇവിടെ മെമ്മറിയും എന്തുണ്ടോ? ഫങ്ഷനായിട്ട് മെമ്മറി ഉണ്ടോ? മെമ്മറി ഞാൻ പറഞ്ഞു തന്നു. എക്സാമിന് തലേ ദിവസം ഉറങ്ങാതെ പഠിക്കരുത്, ഞാൻ പറഞ്ഞു.
എക്സാമിന്റെ തലേദിവസം ഉറങ്ങണം, രാത്രി ഉറങ്ങാതെ പഠിക്കല്ലേ. പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഈ ക്ലാസ്സിന്റെ ഫസ്റ്റിലെ പറഞ്ഞു, എക്സാമിന്റെ തലേദിവസം ബുക്കും വായിച്ചുകൊണ്ട് നോട്ടും വായിച്ചുകൊണ്ട് ഫോൺ നോക്കി ഉറങ്ങാതിരിക്കാറെന്താ? അവിടെ എന്ത് നടക്കില്ല. തലേ ദിവസം ഉറങ്ങാതിരുന്നാൽ പഠിച്ചതെല്ലാം മറന്നു പോകുമെന്ന് പറയാറുണ്ടോ? നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാം പണ്ട് തൊട്ടേ പറയുന്നതാണ്, തലേ ദിവസം ഉറങ്ങാതിരുന്നാൽ പഠിച്ചെല്ലാം മറന്നു പോകുമെന്ന് പറയാറുണ്ടോ? യെസ് ഓർ നോ? പണ്ട് തൊട്ടേ, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ അമ്മയും അച്ഛനും എല്ലാം പറയാറുണ്ട്, തലേ ദിവസം ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ പഠിച്ചെല്ലാം മറന്നു പോകുമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? കാരണം എന്താ? കാരണം എന്താ? സ്ലീപ്പ് അല്ലേ നമ്മുടെ മെറ്റബോൾസ്, മെമ്മറി അല്ലേ കൂടുന്നത്. സ്ലീപ്പ് നമ്മുടെ മെമ്മറി കൂടുന്നത്. സ്ലീപ്പ് നമ്മുടെ മെമ്മറി പ്രോസസ് കൂട്ടുന്നുണ്ടോ? സ്ലീപ്പ് നമ്മുടെ മെമ്മറി പ്രോസസ് കൂട്ടുന്നുണ്ടോ? ഉണ്ട്. അത് ഉറങ്ങിയില്ലെങ്കിൽ കുറയാറില്ലേ? ഉറങ്ങിയില്ലെങ്കിൽ കുറയാറുണ്ട്. പ്രീവിയസ് ചോദ്യം മറക്കരുതേ, മറക്കുമല്ലെങ്കിൽ. നമ്മുടെ മെമ്മറി കൂടുന്ന സ്ലീപ്പാണ്. ഉറങ്ങിയാൽ മാത്രമേ എപ്പോഴും നമ്മുടെ മെമ്മറി പവർ കൂടാറുള്ളൂ. മറക്കാറുണ്ടോ? മറക്കോ? ഇനി സ്ലീപ്പിൽ സ്വപ്നം കാണാറുണ്ടോ? സ്ലീപ്പ് സമയത്ത് സ്വപ്നം കാണാൻ സാധിക്കാറുണ്ടോ? നമ്മളെ സ്വപ്നം കാണാൻ സാധിക്കുന്ന ചെയ്താ ചോദ്യം വരും. ചോദ്യം പ്രീവിയസ് ചോദ്യ. നമ്മളെ സ്വപ്നം, ഡ്രീമിങ് സ്റ്റേജ് വരുന്നത് NREM ആണോ REM ആണോ? ഡ്രീമിങ് സ്റ്റേജ് വരുന്നത് NREM ആണോ REM ആണോ? ചോദ്യം ഇതായിരുന്നു. ഡ്രീമിങ് സ്റ്റേജ് വരുന്നത് NREM REM ആണോ? REM അല്ലേ? REM അല്ലേ? പറഞ്ഞു തെറ്റാറുണ്ട്. REM എപ്പോഴും ഡ്രീമിങ് വരുന്നല്ലേ? REM എപ്പോഴും ഡ്രീമിങ് മറക്കരുത്. ചോദ്യം വരും. ചോദ്യം ഇപ്പോൾ വരും. യെസ്, ഇത്ര ക്ലിയർ ആയി? ഇത്ര ക്ലിയർ ആയി? ഇതുവരെ ക്ലിയർ ആയി? ഇതുവരെ ക്ലിയർ ആയി? ഇന്ന് ഇത്ര മതിയോ? ഇന്ന് ഇത്ര മതിയോ? 5 മണിക്കൂറായില്ലേ? 5-6 മണിക്കൂറായില്ലേ? 5 മണിക്കൂറിലായില്ലേ? 5 മണിക്കൂറായി. 3 മണിക്കൂർ ആയില്ലേ? മതിയോ? മതിയോ? ഇനി ബാക്കി ഞാൻ സ്ലീപ്പുമായി ബന്ധപ്പെട്ട് നോർമൽ സ്ലീപ്പ് പാറ്റേൺ നോക്കാൻ പറ്റുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നോർമൽ സ്ലീപ്പ് എന്ന് വേണം. ട്യൂസ്ഡേ ഓർ വെൻസ്ഡേ? ട്യൂസ്ഡേ ഓർ വെൻസ്ഡേ? നാളെ ലീവ്, നാളെ ഓഫാണ്, നാളെ വേണ്ട. ട്യൂസ്ഡേ ഓർ വെൻസ്ഡേ? ട്യൂസ്ഡേ ഓർ വെൻസ്ഡേ? ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേ. 8 മണി ട്യൂസ്ഡേ. ബാക്കി നോർമൽ സ്ലീപ്പ് പാറ്റേൺ തൊട്ട് സ്റ്റാർട്ട് കേട്ടോ. ട്യൂസ്ഡേ നോർമൽ സ്ലീപ്പ് പാറ്റേൺ സ്റ്റാർട്ട് കേട്ടോ. ഓക്കെ, ഉറങ്ങുക. സൺഡേ ഈസ്റ്റർ ആണ്, റെസ്റ്റ് എടുക്കുക.